രൂപേണ ശ്രാവയിത്വാ ശിവാം ഗിരം പാത്തസ്യാക്തിഹരോതി. യം ലബ്ധ്വാ ച അപരം ലാഭം മന്യത്തെ നാധികം തതഃ യസ്മിൻ സ്ഥിതോ ന ദുഃഖേന ഗുരുണാപി വിചാല്യത്തെ തം വിദ്യാത് ദുഃഖസംയോഗ വിയോഗം യോഗസംജ്ഞിതം സ നിശ്ചയേന യോക്തവ്യഃ യോഗോ അനിർവിണ്ണ ചേതസാം. സങ്കൽപ്പപ്രഭവാൻ കാമാൻ ത്യക്ത്വാ സർവാൻ അശേഷതഃ മനസൈവേന്ദ്രിയഗ്രാമം വിനിയമ്യ സമന്തതഃ ശനൈഃ ശനൈഃ ഉപരമേത് ബുദ്ധ്യാ ധൃതി ഗൃഹീതയാം ആത്മസംസ്ഥം മനഃ കൃത്വാ ന കിഞ്ചിതപി ചിന്തയേത്. ഇത്രയുമാണ് നോക്കിയത്. ഇരുന്നു കൊണ്ട് ധ്യാനം ചെയ്യുന്ന പ്രക്രിയയെ ആണ് ഭഗവാൻ പറഞ്ഞു തുടങ്ങിയത്. ശുചൗ ദേശേ പ്രതിഷ്ഠാപ്യ എന്ന് തൊട്ട് അത് തന്നെ തുടർന്ന് പറഞ്ഞു. യഥാ വിനിയതം ചിത്തം ആത്മന്യേവ അവതിഷ്ഠത്തെ നിസ്പൃഹ സർവകാമേഭ്യോ യുക്തയുത്യുച്യതേ തഥാ. ഈ ശ്ലോകം കൊണ്ട് ധ്യാനത്തിന്റെ സ്വരൂപത്തിനെ, സമാധിസ്ഥിതിയെ പറഞ്ഞു. അത്രയും പറഞ്ഞ് ഇപ്പോ അഭ്യാസക്രമത്തിനെ ഭഗവാൻ പറയാൻ തുടങ്ങാണ്. എങ്ങനെയാണ് അഭ്യാസം ചെയ്യേണ്ടത്, മനസ്സിനെ പതുക്കെ പതുക്കെ എങ്ങനെ ഭഗവത് സ്വരൂപത്തിലേക്ക്, സ്വസ്വരൂപത്തിലേക്ക് കൊണ്ടുവരണം. അതിനു മുമ്പായിട്ട് ദുഃഖസംയോഗ വിയോഗം യോഗസംജ്ഞിതം എന്ന് പറഞ്ഞു. ദുഃഖത്തിന് ഒരു അറുതി വരുത്തുന്നതാണ് എല്ലാവരും കാക്ഷിക്കുന്നതാണല്ലോ. ആത്യന്തിക ദുഃഖവിഘാതം എന്ന് എല്ലാവരും കാക്ഷിക്കുന്നതാണ്. അതാണ് അധ്യാത്മം എന്ന് പറയുന്നതും ദർശനങ്ങളൊക്കെ അതിനാണ്. ദുഃഖത്തിനെ മുഖ്യമായിട്ട് തിരിച്ചത് ജന്മദുഃഖം, ജരാദുഃഖം, വ്യാധി ദുഃഖം, മൃത്യുദുഃഖം. ഔപാധികമായ ദുഃഖം, അതായത് ശരീരത്തിൽ നിന്നും വരുന്ന ദുഃഖം. ഈ ദുഃഖം ശരീരത്തിന്റെ ആണ്. ശരീരം ഞാനല്ല, ശരീരം എന്റെ അല്ല. ശരീരം പ്രകൃതിയുടെയാണ്. ശരീരം പ്രകൃതിയാണ്. ഞാനോ ഇതിന് അധിഷ്ഠാനമായ ശുദ്ധമായ ചൈതന്യമാണ് എന്നുള്ള അനുഭവം ഉണ്ടാകുമ്പോൾ ഉപാധിയുടെ ദുഃഖം നമ്മളെ അല്പം പോലും ബാധിക്കുന്നില്ല എന്നുള്ള അവബോധം ഉണ്ടെങ്കിൽ ദുഃഖത്തിന് അറുതിയുണ്ട്. ആ ദുഃഖത്തിന്റെ അറുതിയാണ് ഭഗവാൻ ഇവിടെ യോഗം എന്ന് പറഞ്ഞത്. ദുഃഖ സംയോഗ വിയോഗം. അതാണ് ബുദ്ധനും മറ്റുമൊക്കെ തെരഞ്ഞത്. ചക്രവർത്തിയായിരുന്നാലും ഇതൊക്കെ പോവില്ലെന്ന് കണ്ട് സിദ്ധാർത്ഥനൊക്കെ വിട്ടുപോയത് ഇതിനൊരു അറുതി വരുത്താൻ കഴിയുമെന്ന് തീരുമാനിച്ചിട്ടാണ് തപസ്സിലിരുന്നതും വിചാരം ചെയ്തതും. അവസാനം പറഞ്ഞു, ഞാൻ അതിനെ കണ്ടെത്തിയിരിക്കുന്നു. ആസനത്തിൽ ഇരുന്ന് ബുദ്ധൻ, സിദ്ധാർത്ഥൻ പറഞ്ഞു അത്രയും, ഈ ശരീരം ഇവിടെ തന്നെ ശോഷിച്ച് ശുഷ്കമായിട്ട് പോട്ടെ. ഇഹാസനേ ശുഷ്യതുമേ ശരീരം ത്വഗസ്ഥി മാംസം വിലയം ചയാതു അപ്രാപ്യബോധം ബഹുകൽപ്പ ദുർലഭം നൈവാസനാത് കായമിതം ചലിഷ്യതി. ആ ബോധം കിട്ടാതെ ഈ ശരീരം ഇവിടുന്ന് ചലിക്കില്ല.
ഇവിടെ തന്നെ അത് ശോഷിച്ചു പോയോട്ടെ, മണ്ണോട് മണ്ണായി പോകട്ടെ, എന്നാലും ശരി ആ സത്യത്തിനെ അറിയാതെ ഞാൻ എഴുന്നേക്കില്ല എന്നൊക്കെ ബുദ്ധൻ പറഞ്ഞതായിട്ട് കഥകള്. എന്താ സത്യം? ഏതറിഞ്ഞാലാണോ നിർവാണം? നിർവാണം എന്ന് വെച്ചാൽ ഈ ദുഃഖത്തിന്റെ അല്പസ്പർശം പോലുമില്ലാത്ത പരമപദം. സുഖം ആത്യന്തികം യത്തത് ബുദ്ധിഗ്രാഹ്യം അതീന്ദ്രിയം വേത്തി എത്ര ന ചൈവായം സ്ഥിതശലതി തത്വതഃ. അതാണ് ഡെഫിനിഷൻ അതിന്. ആത്യന്തികം സുഖം എന്ന് വെച്ചാൽ ഇനി ആ സുഖം പൂർണ്ണമാണ്, അതിലൊന്നും ചേർക്കാൻ പറ്റില്ല, എടുക്കാൻ പറ്റില്ല. അപ്പൊ അതിനെ എങ്ങനെ അറിയുന്നു? സൂക്ഷ്മമായ ബുദ്ധി കൊണ്ട്, ജ്ഞാനദൃഷ്ടി കൊണ്ട് അതിനെ അറിയുന്നു, അതിനെ റിഫ്ലക്ട് ചെയ്യുന്നു, പ്രതിഫലിച്ച് കാണുന്നു. അതീന്ദ്രിയം, അത് അറിഞ്ഞു കഴിഞ്ഞാലോ തത്വതഃ ന ചലതി, തത്വത്തിൽ നിന്ന് ഒരിക്കലും അതിനു മേലെ ചലിച്ചു പോവില്ല. അവൻ ജീവൻ മുക്തനായിട്ട് തീരും, തത്വത്തിൽ പ്രതിഷ്ഠിതനായിട്ട് തീരും. അതിനെ യോഗം എന്ന് ഭഗവാൻ ഡെഫിനിഷൻ കൊടുത്തു. ആ യോഗം എങ്ങനെ സാധിക്കും? അതിനാദ്യപടിയായി പറഞ്ഞു, സങ്കല്പത്തിൽ നിന്നുണ്ടാവുന്ന കാമനകളെ പതുക്കെ പതുക്കെ വിടുക. ബുദ്ധൻ 12 വർഷം തപസ് കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞത് കാമനയാണ് ദുഃഖത്തിന് കാരണം. ഭഗവാൻ ഇവിടെ ഗീതയിൽ സ്ഥിതപ്രജ്ഞ ലക്ഷണം പറയുമ്പോ തന്നെ പറഞ്ഞു, പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥമനോഗതാൻ ആത്മന്യേവ ആത്മനാ തുഷ്ട ആത്മന്യേവ ആത്മനാ തുഷ്ട സ്ഥിതപ്രജ്ഞസ്തതോച്യതേ. അപ്പൊ സങ്കല്പത്തിൽ നിന്നും ഉടലെടുക്കുന്നതാണ് കാമനകള് എന്ന് നമ്മള് ഇന്നലെ കണ്ടു. വസ്തുക്കളിൽ സുഖമുണ്ടെന്നും ആ വസ്തുക്കൾ കിട്ടുമ്പോഴാണ് നമ്മള് പൂർണ്ണരാവണത് എന്നുമുള്ള ധാരണയാണ് സങ്കല്പം. പുറമേ നിന്ന് എന്തോ കിട്ടിയിട്ട് വേണം എനിക്ക് പൂർണ്ണമാവാൻ, ഞാൻ സ്വയമേവ പൂർണ്ണമല്ല. അങ്ങനെയുള്ള ധാരണയിൽ നിന്നുമാണ് ആഗ്രഹങ്ങൾ ഉടലെടുക്കുന്നത്. അജ്ഞാനത്തിൽ നിന്നാണ് ആഗ്രഹം ഉടലെടുക്കുന്നത്. എനിക്ക് പലതും വേണം, പലതും കിട്ടിയിട്ട് വേണം എനിക്ക് ഒരു ഫുൾഫിൽമെന്റ് ഉണ്ടാവാനായിട്ട്. ആ കാമനകളപ്പോ എപ്പോ പോവും? സങ്കല്പം പോകണം. സങ്കല്പം പോണെങ്കിലോ പുറമേയുള്ള വസ്തുക്കളിൽ രുചിയില്ലാതാവണം. പുറമേക്കുള്ള വസ്തുക്കൾ രുചിയില്ലാതാവണമെങ്കിലോ ഞാൻ സ്വയമേവ പൂർണ്ണമാണെന്ന് അറിയണം. അതിനാണ് ആദ്യം തത്വത്തിനെ നിശ്ചയിക്കുക. എന്നിട്ടോ മനസ്സൈവ ഇന്ദ്രിയഗ്രാമം വിനിയമ്യ, പതുക്കെ പതുക്കെ മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയമനം ചെയ്ത് ശനൈഹി ശനൈഹി ഉപരമേത് എന്ന് പറഞ്ഞു. പതുക്കെ പതുക്കെ ധ്യാനവേളയിലോ അല്ലെങ്കിൽ ജീവിതത്തിൽ ഉടനീളമോ, ഈ ശനൈഹി ശനൈഹി എന്നുള്ളത് ആസനസ്ഥനായി ഇരുന്നു കൊണ്ട് ചെയ്യുന്ന ഒരു പ്രക്രിയ ആയിട്ടും എടുക്കാം. ജീവിതത്തിൽ തന്നെ പതുക്കെ പതുക്കെ, വ്യവഹാരത്തിൽ ഇരിക്കുമ്പോ തന്നെ പതുക്കെ പതുക്കെ ഉപരമേത്, പതുക്കെ പതുക്കെ. ഈ തപസ് എന്ന് പറയണത് എന്തെങ്കിലുമൊക്കെ ചെയ്യലല്ല, പലതും ഉപേക്ഷിക്കലാണ്. നമ്മൾ ചെയ്തിട്ടൊന്നും നേടാനില്ല. ചെയ്യണതിന്റെയും ഒക്കെ തന്നെ ഉദ്ദേശം പുതിയ പുതിയ ബന്ധങ്ങളിൽ കടന്നുകൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജപം ചെയ്യൂ, ധ്യാനം ചെയ്യൂ, പൂജ ചെയ്യൂ ഒക്കെ പറയണത്. അല്ലാതെ ജപം കൊണ്ടോ ധ്യാനം കൊണ്ടോ പൂജ കൊണ്ടോ അല്ല നമ്മള് ആത്മാനുഭവം നേടാൻ പോണത്. കള്ളം പറയാതിരിക്കണത് കൊണ്ട്, കാമനകൾ ഇല്ലാതാവണത് കൊണ്ട്, മനസ്സിൽ അശുദ്ധി കയറാതിരിക്കണത് കൊണ്ട്, കാമക്രോധ ലോപമോഹങ്ങൾ വരാതിരിക്കണത് കൊണ്ട് വ്യതിരേകമാണ് തപസ്. അപ്പൊ പതുക്കെ പതുക്കെ ഉപേക്ഷിക്കുന്നതിലാണ് നമ്മളുടെ പൂർണ്ണത. ഓരോ വസ്തുക്കളായി എടുത്തു മാറ്റുമ്പോ ഇവിടെ സ്പേസ് ഉണ്ടാവണ പോലെ നമ്മളിൽ നമ്മളല്ലാതെ ഇരിക്കുന്ന വസ്തുക്കളെ പതുക്കെ പതുക്കെ ഉപേക്ഷിക്കുക. ഡിപ്പെൻഡൻസ് പതുക്കെ പതുക്കെ വിടുക, ആശ്രയം പതുക്കെ പതുക്കെ വിടുക. അതാണ് ശനൈഹി ശനൈഹി എന്ന് ഭഗവാൻ പറഞ്ഞത്. ആ ശനൈഹി പദത്തിന് കാരണം എന്താ? നിങ്ങളുടെ ദൗർബല്യം കൊണ്ടാണ് പലതിനെ ആശ്രയിച്ചിരിക്കുന്നത്. പക്ഷെ ബലമായിട്ട് പിടിച്ചു വലിച്ചാൽ ചിലപ്പോ വിഷമുണ്ടാവും. അതുകൊണ്ട് പതുക്കെ പതുക്കെ ഉപരമണം നടത്തൂ. എന്തെന്തുകൊണ്ട് നിങ്ങളുടെ മനസ്സ് ബഹിർമുഖമാവുന്നു, എന്തെന്തുകൊണ്ട് ചുമ്മാ ഇരിക്കൽ സാധ്യമാവുന്നില്ലയോ,
ന കിഞ്ചിതപി ചിന്തയേതെന്ന് ഭഗവാൻ പറഞ്ഞല്ലോ. ചുമ്മാ ഇരിക്കൽ. ഈ ചുമ്മാ ഇരിക്കുക എന്ന് പറയുന്നത് സമാധിസ്ഥിതിയെക്കാളും വലിയ സാധനയാണ്. സാധനയല്ല, അത് സിദ്ധസ്ഥിതിയാണ്. ഈ സമാധി എന്നൊക്കെ പറയണത് മനസ്സിന്റെ ഏകാഗ്രത കൊണ്ട് ഉണ്ടാവുന്നതാണ്. ഈ ചുമ്മാ ഇരിക്കൽ എന്ന് പറയണത് മനസ്സിനപ്പുറമുള്ളതാണ്. മനസ്സിനെ ആശ്രയിക്കാതെ വരുന്നതാണത്. ചിത്തവൃത്തികളെ ആശ്രയിക്കാതെ വരുന്നതാണത്. സ്ഥൂല ശരീരത്തിനെയോ സൂക്ഷ്മ ശരീരത്തിനെയോ കാരണശരീരത്തിനെയോ തന്റേതെന്നോ തനിക്കൊണ്ടെന്നോ അഭിമാനിക്കാതെ അതൊക്കെ പ്രകൃതിയുടെയാണ്, അഥവാ അത് തന്റെ സ്വരൂപത്തിൽ വാസ്തവമായിട്ട് ഇല്ലെന്ന് നിശ്ചയിച്ച് താനായിരിക്കുന്ന സ്ഥിതിയാണ് ചുമ്മാ ഇരിക്കൽ എന്ന് പറഞ്ഞത്. சொல் மானத தனுவின் கர்மாதி சிறிதென்று சும்மா அமர்ந்திருக்க அம்மா அகத்தில் ആത്മജ്യോതിയെ. അതാണ് ഭഗവാൻ ഇന്നലെ പറഞ്ഞു ന കിഞ്ചിതപി ചിന്തയേതെന്നും. ചിന്തകൾ, അപ്പൊ ചിന്തകൾ ഉണ്ടാവാൻ കാരണം എന്താ? വ്യവഹാരമാണ്. പുറമേ നിന്നുള്ള വ്യവഹാരം, പുറമേ നിന്നുള്ള പല വസ്തുക്കൾ കൊണ്ടും തനിക്ക് എന്തോ ആവാനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ ചിന്തകൾ കൂടുതൽ കൂടുതൽ തുരുതുരേ വരണത്. അപ്പൊ ഈ ചിന്തകൾ ബാഹ്യവസ്തുക്കളോടുള്ള സമ്പർക്കം മൂലമാണ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. ഈ ചിന്തകളുടെ ഫ്ലോ പതുക്കെ കുറയണത്. ന കിഞ്ചിതപി ചിന്തയേത് എന്ന് ഭഗവാൻ പറഞ്ഞു. ആ ചിന്തകൾക്ക് ആശ്രയം പുറമേയുള്ള വസ്തുക്കളാണ്. പുറമേയുള്ള വസ്തുക്കളിലോടുള്ള ഡിപ്പെൻഡൻസ് കാമന കാരണമാണ് ധ്യാനവേളയിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നത്. അപ്പൊ ശനൈഹി ശനൈഹി പതുക്കെ പതുക്കെ എന്തെന്തു വസ്തുക്കൾ നമ്മളിൽ ചിത്തവൃത്തികളെ ഉണ്ടാക്കുന്നു. സന്യസ്യ ശ്രവണം കുര്യാത് എന്നൊരു സമ്പ്രദായം. സന്യാസം ചെയ്തിട്ട് എല്ലാം വിട്ടിട്ട് വന്ന് വേദാന്ത ശ്രവണം ചെയ്യുമ്പോഴും ഏകാന്തത്തിലിരിക്കുന്ന ആൾക്ക് കാണാം താൻ വിട്ട വസ്തുക്കളൊന്നും തന്നെ വിട്ടുപോയിട്ടില്ല എന്ന് കാണും. പുറമേക്ക് വിട്ടു, പക്ഷെ എന്താ, അതൊക്കെ അകമേക്ക് അതിന്റെ സൂക്ഷ്മ രൂപത്തിൽ തങ്ങി നിൽക്കണം. അപ്പൊ അകമയിൽ നിന്ന് അതിനെ വിടുന്നതാണ് ഉപരമണം എന്ന് ഭഗവാൻ ഇവിടെ പറഞ്ഞു. പതുക്കെ പതുക്കെ ശനൈഹി ശനൈഹി ഉപരമേത്. എങ്ങനെ? ബുദ്ധ്യാ ധൃതി ഗൃഹീതയാ, ആത്മാനുഭവം നേടണമെന്ന് നിശ്ചയിച്ച ബുദ്ധി കൊണ്ട്, ഇച്ഛാശക്തി കൊണ്ട് പതുക്കെ പതുക്കെ മനസ്സിനെ തന്നിലിരുത്തി ശീലിക്കുക. അഥവാ ശ്രദ്ധ കൊണ്ട് മനസ്സിലെ ചിത്തവൃത്തികളുടെ വിടവിലുള്ള നിശ്ചലതയെ കാണുക. മനസ്സിൽ ചിത്തവൃത്തികൾ വരണം. ചിത്തവൃത്തികളൊന്നും എന്റേതല്ല, അതൊക്കെ വരികയും പോവുകയും ചെയ്യുന്നു. ഞാൻ ചിത്തവൃത്തികൾ വരുമ്പോഴും പോകുമ്പോഴും അത് നിൽക്കുമ്പോഴും ഒക്കെ ഞാനുണ്ട്. എന്നെ ഇതൊന്നും ബാധിക്കണില്ല. അതിനൊക്കെ അധിഷ്ഠാനമായിരിക്കുന്ന സത്തയാണ് ഞാൻ. ഞാൻ നിത്യശുദ്ധമായ വസ്തുവാണ്. യാതൊന്നും എന്നെ കളങ്കപ്പെടുത്തുന്നില്ലെന്ന് ഉറച്ച് ശാന്തമായിട്ട് തന്നിൽ ഇരിക്കൽ. ന കിഞ്ചിതപി ചിന്തയേത് എന്ന് പറഞ്ഞു. ചിന്തകളെ സ്വയമേവ ഉണ്ടാക്കണ്ട. ചിന്തകൾ വരികയാണെങ്കിൽ വരട്ടെ. രാവിലെ എണീറ്റ് കുറച്ചു നേരം അങ്ങനെ ഇരുന്ന് ശ്രമിക്കാം. ഒന്നും ചെയ്യുന്നില്ല, ഉറങ്ങി എഴുന്നേറ്റിട്ട് കുറച്ചു നേരം അങ്ങനെ ഇരിക്കാം. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ ചിത്തവൃത്തികൾ വരട്ടെ. നമ്മളായിട്ട് ചിത്തവൃത്തികൾ വരുത്തണ്ട. ചിത്തവൃത്തികൾ വരുമ്പോ അതിനോട് ശണ്ട കൂടണ്ട. നല്ല ചിത്തവൃത്തിയാണോ ചീത്തവൃത്തിയാണോ ഒന്നും നോക്കണ്ട. ഞാൻ എന്നുള്ള ചിത്തവൃത്തിയും വെറും ഒരു അഭിമാനവൃത്തിയും ഒരു ചലനം മാത്രമാണ്. നമുക്കും കാണാമത്. ശ്രദ്ധിക്കുമ്പോ കാണാം ഞാൻ ഇന്നവനാണെന്നും എനിക്ക് അതുണ്ട്, ഇന്ന കാര്യമുണ്ടെന്നും എനിക്ക് പലതും നേടിയെടുക്കാനുണ്ട് എന്നുള്ളതും ഒക്കെ തന്നെ ഒരു ചിത്തവൃത്തി മാത്രമാണ്. അത് വരട്ടെ. അതിനോടും ഒരു സംഗമവും ഇല്ലാതെ കുറച്ചു നേരം മിണ്ടാതിരിക്കാം. ആദ്യമൊക്കെ ഇങ്ങനെ സുനാമി വന്നിട്ട് ആളെ പൊക്കിക്കൊണ്ടു പോണ പോലെ ഈ മനസ്സ് വന്നിട്ട് നമ്മളെ എങ്ങനെ അതിന്റെ ഫ്ലോയിലേക്ക് എടുത്തോണ്ട് പോകും. അപ്പോഴും കുലുങ്ങാതെ ഇരുന്നിരുന്ന് അഭ്യസിക്കാം. കുറെ കഴിയുമ്പോ നമുക്ക് ഒരു അരമണിക്കൂർ ഇരുന്നാൽ കുറെ കഴിഞ്ഞാൽ കാണാം പതുക്കെ പതുക്കെ ആ ചിത്തവൃത്തികൾ നമ്മളുടെ മേലെയുള്ള ബാധ അതിന് കുറയും. പതുക്കെ പതുക്കെ മനസ്സ് താനെ അടങ്ങും, നിശ്ചലമാവും, ശാന്തമാവും. വൊളിഷൻ, അതായത് പരിശ്രമം കൊണ്ടുണ്ടാക്കുന്ന ചിത്തവൃത്തികൾ ഇല്ലാതിരുന്നാൽ മതി. ആത്മസംസ്ഥം മനഃകൃത്വ ന കിഞ്ചിതപി ചിന്തയേത്. അത് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴും
മനസ്സ് പ്രബലമായി പിന്നെയും പൊന്തി പുറമേക്ക് പോകും. അപ്പൊ എന്ത് ചെയ്യണം? അടുത്ത ശ്ലോകം നോക്കും. യതോ യതോ നിശ്ചരതി മനശ്ചഞ്ചലമസ്ഥിരം തതസ്തതോ നിയമൈതത് ആത്മന്യേവ വശം നയേത്. ഇനിയിപ്പോ ജപം അല്ലെങ്കിൽ സാകാരമായ ഭഗവാന്റെ രൂപം എന്തിനെങ്കിലുമൊക്കെ ധ്യാനിക്കണമെന്ന് വെച്ചോളൂ. ആദ്യം അങ്ങനെ നോക്കൂ. ജപമോ ധ്യാനമോ ചെയ്യുന്നവർക്ക് മനസ്സ് ആ ധ്യാനത്തിനെ വിട്ട്, ധ്യാന ആലംബത്തിനെ വിട്ട് പുറമേക്ക് ചഞ്ചലമായി പോകും. എന്തുകൊണ്ട് ചഞ്ചലമായി പോകുന്നു? ഏതോ ഒരു കാരണം കൊണ്ട്. യതഃ യതഃ യസ്മാത് കാരണാത് ബഹിശ്ചരതി. ചഞ്ചലമായി മനസ്സ് ഏതോ ഒരു കാരണം കൊണ്ട് പുറമേക്ക് പോകും. ചിലപ്പോൾ വളരെ ചെറിയ കാരണമായിരിക്കും, കുറച്ച് കൂടുതൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ കാരണം നികത്താം. ചിലപ്പോ പുറമെ ഏതെങ്കിലും വസ്തുവിനോടുള്ള ആസക്തി കാരണമായിരിക്കാം. ആ ആസക്തി കാരണമാണെങ്കിൽ ആ ആസക്തിയെ വിമർശനം ചെയ്തിട്ട്, ആ ആസക്തിയിൽ ദോഷം കണ്ടിട്ട്, ദോഷദൃഷ്ടി കൊണ്ട്, വിവേകം കൊണ്ട് മനസ്സിനെ പതുക്കെ തന്റെ ധ്യാനം ചെയ്യുന്ന രൂപത്തിലേക്ക് തന്നെ കൊണ്ടുവരിക. മനസ്സെ എന്തിനാ അങ്ങോട്ടൊക്കെ ചലിക്കണത്? ഭഗവാന്റെ പാദത്തിലിരിക്കൂ, ഭഗവത് രൂപത്തിനെ ധ്യാനിക്കൂ. ഇങ്ങനെയൊക്കെ ഭക്തന്മാർ ധാരാളം കീർത്തനങ്ങൾ പാടിയിട്ടുണ്ട്. ആ കീർത്തനങ്ങളൊക്കെ നോക്കിയാൽ കാണാം, ആചാര്യസ്വാമികളുടെ ശിവാനന്ദ ലഹരിയിൽ കുറെ ശ്ലോകങ്ങൾ അങ്ങനെയുണ്ട്. എന്തിനാ മനസ്സെ ഇങ്ങടെ ചഞ്ചലപ്പെടുന്നത്? ശംഭുധ്യാന സരോവരം വ്രജമനോ ഹംസാവതംസസ്ഥിരം കിം ക്ഷുദ്രാശ്രയ പൽവല ഭ്രമണ സഞ്ജാതശ്രമം പ്രാപ്സ്യസി. മനസ്സേ ശംഭുധ്യാന സരോവരം, ഒരു ധ്യാന സരോവരമുണ്ട്. അത് ശ്ലോകം ആരംഭം എങ്ങനെയാ? എന്തിനാ ഇങ്ങനെ ചഞ്ചലമായിട്ട് അലഞ്ഞു നടക്കണത്? എത്രയോ മഹാപുരുഷന്മാരുടെ ധ്യാനം കൊണ്ട് വിശിഷ്ടമായ, എന്താ തുടങ്ങണ? നിത്യാനന്ദരസാലയം സുരമുനി സ്വാന്താംബുജാദ ആശ്രയം സ്വച്ഛം സദ്വിജസേവിതം കലുഷഹൃത് സദ്വാസനാവിഷ്കൃതം ശംഭുധ്യാന സരോവരം വ്രജമനോഹംസാവതംസസ്ഥിരം കിം ക്ഷുദ്രാശ്രയ പൽവല ഭ്രമണ സഞ്ജാതശ്രമം പ്രാപ്സ്യസി. നിത്യാനന്ദരസാലയം, നിത്യാനന്ദരസം നിറഞ്ഞിരിക്കുന്ന ഒരു ആലയം. എന്താണ്? ആത്മാവാകുന്ന ആ ആലയം. സുരമുനി സ്വാന്താംബുജാദാശ്രയം, ദേവന്മാരും മുനിമാരുടെയും ഹൃദയമാകുന്ന താമര അതിലാണ് വിടർന്നിരിക്കുന്നത്. സ്വച്ഛം, അതിനിർമ്മലമായ ജലം. സദ്വിജസേവിതം, ദ്വിജൻ എന്ന് വെച്ചാൽ ബ്രാഹ്മണൻ എന്നർത്ഥം, പക്ഷികൾ എന്നർത്ഥം. നല്ല തപോനിഷ്ഠരായ ബ്രാഹ്മണരാൽ സേവിക്കപ്പെടുന്നതും കലുഷഹൃത് സദ്വാസനാവിഷ്കൃതം, കാലുഷ്യം നീക്കി ഭക്തി, ജ്ഞാനം, വൈരാഗ്യം, സത്യം, അഹിംസ എന്നുള്ള ദൈവീ സമ്പത്തിനെ വളർത്തുന്നതും. ശംഭുധ്യാന സരോവരം, ഭഗവത് ധ്യാനമാകുന്ന ആ സരോവരത്തിനെ ആശ്രയിക്കൂ. വൃഥ ലോകത്തിൽ എന്തിന് സഞ്ചരിക്കണു എന്നാണ്. എന്തിനാ ചഞ്ചലമായി ലൗകിക വിഷയങ്ങളിൽ അലഞ്ഞു നടക്കണത് ഹേ മനസ്സേ? ഇതൊക്കെ ഒരു ശ്ലോകം പറയണത് നമ്മൾ നമ്മളുടെ മനസ്സിന്റെ അടുത്ത് നാമം ജപിക്കാനിരിക്കുമ്പോ ഉള്ളിൽ പറയണം, ഹേ മനസ്സേ, നീ TV കാണാൻ പോണ്ട. നീ എന്തിനാ വെറുതെ ഈ TV സീരിയലും സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കണത്? ഇതൊക്കെ കാണുന്നത് കൊണ്ട് നിനക്ക് എന്ത് പ്രയോജനം ഉണ്ടായി? കാമവും ക്രോധവും ലോഭവും മോഹവും മതവും മാത്സര്യവും വർദ്ധിച്ചു എന്നല്ലാതെ ജ്ഞാനമോ ഭക്തിയോ വൈരാഗ്യമോ ശാന്തിയോ എന്തെങ്കിലും നിനക്ക് കിട്ടിയോ? നിനക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ലഭിച്ചോ? അതൊക്കെയാണെങ്കിൽ നിനക്ക് ഭഗവത് ധ്യാനം കൊണ്ട്, ആത്മവിചാരം കൊണ്ട്, സത്സംഗം കൊണ്ട് കിട്ടേണ്ടതാണ്. അതൊക്കെ
അത് നിനക്ക് ഈ ലോക വിഷയങ്ങളിലൊന്നും കിട്ടില്ല, അതുകൊണ്ട് വെറുതെ അലഞ്ഞു നടക്കണ്ട മനസ്സെ എന്ന് മനസ്സിനോട് പറയാ. തനിയെ സ്വച്ഛമായിട്ട് ഇരുന്ന് വിചാരം ചെയ്യാ. ഞാൻ ഇത്രയൊക്കെ അലഞ്ഞു നടന്നു ലോകത്തിൽ, എനിക്ക് എന്ത് കിട്ടി? പല വിഷയങ്ങളെയും ഭുജിച്ചു, ഇതുകൊണ്ട് എനിക്ക് സുഖമുണ്ടായോ, ശാന്തി ഉണ്ടായോ? കൂടുതൽ കൂടുതൽ ഞാൻ ഊർജം നഷ്ടപ്പെട്ടവനായും ശക്തി ക്ഷയിച്ചവനായും ചഞ്ചല മനസ്കനായും അശാന്തനായും താമസ ഗുണമുള്ളവനായും തീർന്നിരിക്കണം. അതാണ് അപ്പൊ പ്രയോജനം. ഇതൊക്കെ തന്നെ ഭഗവത് ധ്യാനത്തിന് പ്രയോജനപ്പെടുത്തിയിരുന്നുവെങ്കിൽ സത്വഗുണം വളർന്നിട്ടുണ്ടാവും, ശാന്തി ഉണ്ടായിരുന്നിട്ടുണ്ടാവും, വൈരാഗ്യം ഉണ്ടാവും, വിവേകം ഉണ്ടാവും, നിത്യമായ സുഖം ഉണ്ടാവും, മറ്റുള്ളവർക്കും ഗുണം ഉണ്ടാവും, എല്ലാവർക്കും പ്രയോജനപ്പെടും. ഇതൊക്കെ ഏകാന്തത്തിലിരുന്ന് ജപം ചെയ്യുമ്പോ, വായ കൊണ്ട് ജപിക്കുമ്പോ ഉള്ളുകൊണ്ട് ഇതൊക്കെ മനനം ചെയ്യാം. മനസ്സിനോട് ഇങ്ങനെയൊക്കെ സംവാദം ചെയ്തു നോക്കാം. എന്നിട്ട് സാധിച്ചിട്ടില്ലെങ്കിലോ കരഞ്ഞു പ്രാർത്ഥിക്കാം. അതൊരു വിവേകത്തിന്റെ പണിയാണ്. കരഞ്ഞു പ്രാർത്ഥിക്കാം. ആരെടുത്ത് പ്രാർത്ഥിക്കണു? ചിലർ ചോദിക്കുകയാണ്, എനിക്ക് ഒരു പ്രത്യേക ഇഷ്ട ദൈവമൊന്നും കാണാനില്ലേ, ഞാൻ ആരെടുത്ത് പ്രാർത്ഥിക്കുന്നതാണ്. പ്രാർത്ഥിച്ചാ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഭഗവാൻ ഒരു പേരും രൂപവും കൊടുത്ത് പ്രാർത്ഥിക്കാം, ഇല്ലെങ്കിൽ വെറുതെ കരഞ്ഞാ മതി. കരഞ്ഞാൽ പ്രാർത്ഥനയായി. കരഞ്ഞാൽ പ്രാർത്ഥനയായി. ആര് കേൾക്കണു? നിങ്ങൾ മുമ്പിൽ വിഗ്രഹം വെച്ചാലും ഫോട്ടോ വെച്ചാലും പ്രാർത്ഥിച്ചാലും ഒക്കെ തന്നെ ഹൃദയത്തിൽ നിന്ന് അന്തര്യാമിയാണ് കേട്ടിട്ട്, അന്തര്യാമി രൂപത്തിലിരിക്കുന്ന ഭഗവാനാണ് കേട്ടിട്ട് ഏതെങ്കിലും വിധത്തിൽ ഒരു സൊല്യൂഷൻ തരാൻ പോണത്. അത് നിങ്ങൾ ഫോട്ടോവും വിഗ്രഹവും ഒക്കെ നിങ്ങളുടെ അജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ ഭഗവാന് വേണ്ടിയിട്ടല്ല. ആ ഫോട്ടോവും വിഗ്രഹവും ഒന്നും ഇല്ലെങ്കിലും ഉള്ളിലിരിക്കുന്ന ആള് കേട്ടോളും. വെറുതെ കരഞ്ഞാൽ മതി. കരയാന്ന് പറയുന്നത് ഏറ്റവും നാച്ചുറലാണ്. എന്താന്ന് വെച്ചാൽ നമ്മൾ ജനിച്ചപ്പോ ആദ്യം ചെയ്ത പ്രക്രിയയാണത്. ജനിച്ചപ്പോ ആദ്യം ചെയ്തത് എന്താ? കരഞ്ഞു, അല്ലെ? ആദ്യം ചെയ്യണതാണ് കരയില്. ആരുടെ അടുത്ത് കരഞ്ഞു? ആരുടെ അടുത്താ കരഞ്ഞ്? ആരെ ഉദ്ദേശിച്ചാ കരഞ്ഞ്? ആരെ ഉദ്ദേശിച്ചാ കരഞ്ഞ്? ആരുമില്ല, കരഞ്ഞു, അത്രേ ഉള്ളൂ. അമ്മയോ അറിയില്ല, അച്ഛനും അറിയില്ല, ലോകവും അറിയില്ല, ദൈവവും അറിയില്ല. ഒരു വിഷമം വന്നു, കരഞ്ഞു. കരഞ്ഞ ഉടനെ എവിടുന്നോ അതിനുള്ള ആശ്വാസം വന്നു, അല്ലെ? ആ ആശ്വാസം വരുന്നത് തന്റെ അമ്മയാണെന്നോ താൻ കുടിക്കുന്നത് പാലാണെന്നോ ഒന്നും കുട്ടിക്കറിയില്ല. കരഞ്ഞു, എവിടുന്നോ ആശ്വാസം വന്നു. കുറെ കഴിഞ്ഞിട്ടാണ് തനിക്ക് ആശ്വാസം തരുന്ന ആ സോഴ്സിന് ഒരു അമ്മ എന്നുള്ള പേരും രൂപമൊക്കെ ഈ കുട്ടി കൊടുക്കണത്. സോ ഫസ്റ്റ് കംസ് സൊല്യൂഷൻ, ദെൻ ഐഡന്റിഫിക്കേഷൻ. അപ്പൊ ആദ്യം വേദന വരുമ്പോ അപ്പൊ നമ്മൾ ആരെടുത്ത് കരയണോ, ആരെടുത്ത് പ്രാർത്ഥിക്കണമെന്നൊന്നുമില്ല, കരഞ്ഞാൽ മതി. ആ വേദനയെ എക്സ്പ്രസ് ചെയ്താൽ അതിന്റെ സൊല്യൂഷൻ അത് എവിടെ എക്സ്പ്രസ് ചെയ്യണോ അവിടെ തന്നെ ഉണ്ട്. രമണ മഹർഷി എടുത്തു പറഞ്ഞു, ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ ചിലപ്പോഴൊന്നും ഭഗവാൻ ഉത്തരം പറയണില്ലല്ലോ, ചിലപ്പോഴൊക്കെ പെട്ടെന്ന് ഉത്തരം കൊടുക്കുന്നുവല്ലോ. ഭഗവാൻ പറഞ്ഞു, the source from where the question arises, there the answer is also hidden. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തന്നെ ആൻസറിന്റെ ഒരു രൂപമാണ്. പ്രശ്നം എന്ന് പറയുന്നത് തന്നെ പരിഹാരത്തിന്റെ ഒരു രൂപമാണ്. വിഷമം എന്ന് പറയുന്നത് തന്നെ ശാന്തിയുടെ മറ്റൊരു ഫോമാണ്. തലവേദന വന്നിട്ട് നിലവിളിച്ച് കരയുമ്പോ എന്താ അർത്ഥം? തലവേദന ഇല്ലാതാവണമെന്ന് അതിന് പുറകിൽ ഉദ്ദേശമുള്ള പോലെ ഒരു വേദന വരുമ്പോ ശാന്തി അതിന് പുറകിലുണ്ട്. ദുഃഖം വരുമ്പോ അതിന് പരിഹാരം അതിന് പുറകിലുണ്ട്. അതുകൊണ്ട് എന്തൊക്കെ വിഷമം വന്നാലും ദുഃഖം വന്നാലും ഒക്കെ തന്നെ വിവേകമുള്ളവർ, വിവേചന സ്വഭാവമുള്ളവർ, ചിന്തിക്കുന്ന സ്വഭാവമുള്ളവർ വിവേചിച്ച് ചിന്തിക്കട്ടെ. വികാരമുള്ളവർ വിളിച്ചു കരയട്ടെ. രണ്ടു തരത്തിലാണ് ആളുകൾ. ചിലർ വികാരപ്രധാനികളാണ്, ചിലർ വിവേകപ്രധാനികളാണ്. വിവേകപ്രധാനികളായിട്ടുള്ളവർ വിചാരം ചെയ്യട്ടെ, ചിന്തിക്കട്ടെ, വിശകലനം ചെയ്യട്ടെ. ഇതൊക്കെ തനിക്ക് ദുഃഖകരമാണ്, ഇതൊന്നും വേണ്ട എന്ന് നീക്കം ചെയ്യട്ടെ. വികാരപ്രധാനികളായിട്ടുള്ളവർ വിളിച്ചുകൂവി കരയട്ടെ. രണ്ടുപേർക്കും ആശ്വാസം ഉണ്ടാവും. ഹൃദയത്തിൽ നിന്ന് തന്നെ ആശ്വാസം ഉണ്ടാവും. അപ്പൊ പ്രാർത്ഥനയ്ക്ക് എവിടെങ്കിലും നമ്മൾക്ക് ഈശ്വരനിൽ വിശ്വാസം ഉണ്ടോ ഇല്ലയോ, പുറമേ നിന്നൊരു ഈശ്വരൻ ആശ്വസിപ്പിച്ചോ ഇല്ലയോ, നമ്മളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് നമ്മളുടെ തന്നെ അന്തര്യാമി ആശ്വസിപ്പിക്കും. എല്ലാ ആശ്വാസവും അവിടെ നിന്ന് തന്നെ വരാം. അതുകൊണ്ട്
പ്രാർത്ഥിക്കാൻ ഏത് ദൈവം വേണം, ഏത് അമ്പലത്തിൽ പോകണം, ഏത് രൂപത്തിന് മുമ്പിൽ നിൽക്കണം എന്നൊക്കെ നമുക്ക് അറിഞ്ഞിട്ടില്ലെങ്കിൽ, ചിലർക്കൊക്കെ സഹജമായി ഏതെങ്കിലും ഒരു മൂർത്തിയുടെ അടുത്ത് പ്രിയം ഉണ്ടാവും, അവർക്ക് ആ പ്രശ്നമില്ല, അവർ നേരെ അവിടെ ചെന്ന് പറഞ്ഞോളും. അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾക്ക് രാമകൃഷ്ണ പരമഹംസർ തന്നെ പറയും, രാമകൃഷ്ണദേവൻ കൊച്ചുകുട്ടികളെ പോലെയായിരുന്നു. അപ്പൊ അദ്ദേഹം പറയും, ഒരു ദിവസം എനിക്ക് കാലിലൊരു മുറി വന്നിട്ട് വല്ലാതെ വേദനിച്ചു. ഞാൻ ആദ്യം കുറെ നേരം കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ചു, അത് കഴിഞ്ഞ് ശിവശിവ എന്ന് വിളിച്ചു, അത് കഴിഞ്ഞ് കാളി കാളി എന്ന് പറഞ്ഞു. അദ്ദേഹം പറയണത് കേട്ടുകഴിഞ്ഞാൽ നമുക്ക് തോന്നും നമ്മളൊക്കെ പോലെ പ്രാകൃതമായിട്ടാണല്ലോ അദ്ദേഹം പറയണതെന്ന് തോന്നും. എന്ത് വിളിക്കണമെന്നുള്ളതിലില്ല, വിളിക്കണമെന്നുള്ള ഭാവം ഉള്ളിൽ ഉണ്ടായാൽ മതി. നമുക്ക് അജ്ഞാനം ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല, അതിനുള്ള പരിഹാരം ഉള്ളിൽ നിന്ന് കിട്ടും. അപ്പോ ഉള്ളില് നമ്മളുടെ സോഴ്സിൽ തന്നെ നമുക്ക് ഉത്തരമുണ്ട്. മനസ്സ് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ചഞ്ചലമാവുന്നു, ആ കാരണങ്ങളെ വിചാരം കൊണ്ടോ വികാരം കൊണ്ടോ നീക്കം ചെയ്യാം. തതസ്തത നിയമ്യ, അങ്ങനെ മനസ്സ് പതുക്കെ ശാന്തമാവും. പലർക്കും ഭക്തന്മാരുടെ അനുഭവം എന്താന്ന് വെച്ചാൽ, എന്തെങ്കിലും വിഷമം വരുമ്പോ ഇരുന്നങ്ങട് കരഞ്ഞു കഴിഞ്ഞാൽ ചിത്താർദ്രീഭാവം ബഭുഷിച്ച പുളകം ഹർഷബാഷ്പം ചഹിത്വ ചിത്തം ശുദ്ധേത് കഥം വാ കിമു ബഹുതപസാ വിദ്യയാ വീതഭക്തേ. ഭാഗവത ശ്ലോകം ഭട്ടതിരി പറഞ്ഞതാണ്. മനസ്സങ്ങട് കരഞ്ഞങ്ങട് ശുദ്ധമാക്കിയാൽ മനസ്സ് ശുദ്ധമാവുന്നതാണ്. തപസ്സുകൊണ്ടൊന്നും ശുദ്ധമാവാത്തത് കരഞ്ഞാൽ ശുദ്ധമാവും. നമ്മൾക്ക് കരച്ചിൽ എന്ന് പറഞ്ഞാൽ ദൗർബല്യമാണെന്നും കരയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വീക്ക്നെസ് ആണെന്നും മലയാളികളാണെങ്കിൽ കരയാൻ പാടില്ല എന്നും ഒക്കെ ഒരു വിശ്വാസമുണ്ട്. എന്താന്ന് വെച്ചാൽ ഇളകാത്ത കൂട്ടർക്ക് പേരാണ് ഈ മലയാളികൾ എന്നേ. അത്ര പെട്ടെന്ന് ഇളകുകയില്ല. എനിക്ക് നല്ല പരിചയമാണ്. എന്താന്ന് വെച്ചാൽ ഞാൻ തമിഴ്നാട്ടുകാരുടെ അടുത്തും ഇപ്പൊ ഇവിടെയൊക്കെ ഒന്ന് കോസ്മോപൊളിറ്റനാണ്, എല്ലാവരും ഉണ്ട്. മലയാളികൾ എന്ന് വെച്ചാൽ അവർക്ക് ചിലപ്പോ ഭാവമൊക്കെ വന്നാലും പുറത്ത് കാണിക്കാത്തവരെന്നാണ് അർത്ഥം. അങ്ങോട്ട് കാണിക്കില്ല, അങ്ങോട്ട് ഇരിക്കും. ജർമ്മൻകാരെ പോലെയാണെന്ന് പറയും നമ്മളെ. അപ്പോ കരയ എന്ന് പറഞ്ഞാൽ അതൊരു ദൗർബല്യമൊന്നുമല്ല. ഭഗവാന്റെ അടുത്ത് കരയ എന്ന് പറഞ്ഞാൽ, കരയ എന്ന് പറയണത് ആദ്യത്തെ സാധനയാണ്. നമ്മൾ ജനിച്ചപ്പോ തുടങ്ങിയതാണ് കുവാ 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 എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ട് ആ ഭാവമുള്ളെന്ന് വന്നാൽ പലപ്പോഴും ഭക്തി കൊണ്ട് അങ്ങോട്ട് തിരി അങ്ങോട്ട് കരഞ്ഞു തീർത്താൽ ചിത്തം അങ്ങോട്ട് ശുദ്ധാവും, നിർമ്മലാവും. പലർക്കുള്ള അനുഭവമാണ്. ഇത്തിരി ഒരു വേദന വന്നു, അതങ്ങോട്ട് കണ്ണീരായിട്ട് പുറത്തു പോയാൽ അങ്ങോട്ട് ശുദ്ധമാവും, നിർമ്മലാവും. പക്ഷേ അതിന് അഡിക്റ്റഡ് ആവരുത്. ഇതൊരു ടെക്നിക്കാണെന്ന് വിചാരിച്ച് കരച്ചിൽ വരുത്തരുത്, അത് സൂക്കേടായിട്ട് മാറും. എനിത്തിങ്, എവരിതിങ് മസ്റ്റ് ബി സ്പോണ്ടേനിയസ്. സ്പോണ്ടേനിയസ് ആയിട്ട്, അതായത് നിസർഗമായിട്ടിരിക്കണം, ഉണ്ടാക്കാൻ പാടില്ല. അപ്പോ അങ്ങനെ ഏതെങ്കിലും വികാരം കൊണ്ടോ വിചാരം കൊണ്ടോ ധ്യാനത്തിനുള്ള തടസ്സത്തിനെ നീക്കം ചെയ്യുക. എന്നിട്ടോ ആത്മന്യവ വശം നയേത്, ആ നിശ്ചലതയിലേക്ക്, ശാന്തിയിലേക്ക്, അഭിമാനമില്ലാത്ത സ്ഥിതിയിലേക്ക്, അഹങ്കാരം ഉദിക്കാത്ത ആ പൂർണ്ണാനുഭവ സ്ഥിതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, വന്നു എന്ന് എങ്ങനെ അറിയാം? ഒരു നിറവുണ്ടാവും, ഒരു ശാന്തിയുണ്ട്, ചിത്തവൃത്തികളില്ല, പ്രബല വികാരങ്ങളില്ല, ഉള്ളിലൊരു പ്രസന്നത. പ്രസാദേ സർവദുഃഖാനാം ഹാനി. പ്രസന്നത. മനസ്സ് വെളിക്ക് പോയില്ലെങ്കിൽ ബാഹ്യേ നിരുദ്ധേ മനഃ പ്രസന്നത. മനഃപ്രസാദേ പരമാത്മദർശനം. തസ്മിൻ സുദൃഷ്ടേ ഭവബന്ധനാശഃ ബഹിർനിരോധ പദവി വിമുക്തേ. ബാഹ്യേ നിരുദ്ധേ, മനസ്സ് പുറമേക്കൊന്നും വിഷയങ്ങൾ കൊണ്ട് ബാധിക്കപ്പെടുന്നില്ലെങ്കിൽ മനസ്സ് പ്രസന്നമായിട്ടിരിക്കും. പ്രസന്നമായാൽ എന്താ? പരമാത്മദർശനം. സ്വസ്വരൂപത്തിനെ അത് പ്രതിഫലിക്കും. ജനന മരണമില്ലാത്ത ശുദ്ധ ചിദ്വസ്തുവാണ് ഞാനെന്നുള്ള അനുഭവം ഉണ്ടാവും. ആത്മന്യേവ വശം നയേത്. അടുത്ത ശ്ലോകം നോക്കും. അങ്ങനെ വീണ്ടും 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 പുറമേക്ക് പോകുന്ന മനസ്സിനെ സ്വരൂപത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട്, എന്തൊക്കെ കാരണങ്ങൾ കാരണം മനസ്സ് വെളിയിലേക്ക് പോകുന്നു, അതാത് കാരണങ്ങൾ നീക്കിയിട്ടും, അല്ലെങ്കിൽ ആത്മവിചാരപ്പടി വിചാരങ്ങൾ ഉണ്ടാവുമ്പോ ആ വിചാരങ്ങളൊക്കെ ആർക്കു വരണു എന്ന് ചോദിച്ചു. എനിക്ക് വരണം. ഞാൻ ആരാണ്?
എത്ര വിചാരങ്ങൾ ഉദിച്ചു വന്നാലും ഈ വിചാരങ്ങളൊക്കെ ആർക്ക് വരണു? എനിക്ക് വരണു. ഈ എനിക്ക് എന്നുള്ള ആ അഭിമാനത്തിലേക്ക് ശ്രദ്ധിച്ച് ഈ ഞാൻ എന്താണ്, ഈ വിചാരങ്ങളെയൊക്കെ ചിന്തിക്കുന്ന ചിത്തവൃത്തികൾ ഉണ്ടാക്കുന്ന ഈ അഹം എന്താണ് എന്ന് വീണ്ടും വീണ്ടും ഈ അഹം എന്നുള്ള അനുഭവത്തിലേക്ക് വരും. ഈ അഹം എന്നുള്ള കേവലമായ അനുഭവം സ്വസ്വരൂപം ആത്മാനുഭവമാണ്. അതിൽ മനസ്സിന്റെ കലർപ്പൊന്നുമില്ലാതെ ശുദ്ധ ചിത്സ്വരൂപമായി നിൽക്കുമ്പോ എന്തുണ്ടാവും? അതാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞത്. നോക്കാം. പ്രശാന്തമനസം ഹ്യേനം യോഗിനം സുഖമുത്തമം ഉപൈതി ശാന്തരജസം ബ്രഹ്മഭൂതമകൽമഷം. അവിടെ ഒരു ശാന്തി ഉണ്ടാവണം. നിർവികൽപ്പ സമാധി എന്ന് യോഗികൾ പറയും. ആ സമാധി സ്ഥിതിയിലാണ് ബ്രഹ്മാനുഭവം തെളിയണത്. ആ നിർവികൽപ്പ സമാധി എന്ന് വെച്ചാൽ, വികൽപ്പം എന്ന് വെച്ചാൽ ദ്വൈതം. ഒരു വികൽപ്പവും ഇല്ലെങ്കിൽ നിർവികൽപ്പം. പതുക്കെ പറഞ്ഞു വരാം. വികൽപ്പത്തോടുകൂടെ ഒരു ശാന്തിയുണ്ട്, വികൽപ്പമില്ലാത്ത ഒരു ശാന്തിയുണ്ട്. നമ്മൾ നാമം ജപിച്ചു, ഭജന, അപ്പൊ നല്ല സുഖമായിട്ട് ഇരിക്കണമെന്ന്. അത് വികൽപ്പത്തോടുകൂടെയാണ്. സത്സംഗത്തിലിരിക്കുമ്പോ നല്ലൊരു ശാന്തി, സുഖമായിട്ടിരിക്കണം. അത് സബീജം എന്ന് പറയുന്നത്. അതായത് ബീജം എന്ന് വെച്ചാൽ അതിൽ അജ്ഞാനം പോയിട്ടില്ല. ശാന്തി എന്തോ കാരണം കൊണ്ട് ശാന്തി വരികയാണ്. ജപം കൊണ്ടോ ഭജന കൊണ്ടോ സത്സംഗം കൊണ്ടോ എന്തോ തത്കാലത്തേക്ക് ഒരു ഇൻഫ്ലുവൻസ് കാരണം ഒരു ശാന്തി വന്നു. അതിൽ വാസനയുണ്ട്, അല്ലെങ്കിൽ അജ്ഞാനമുണ്ട്, അല്ലെങ്കിൽ അഭിമാനം അതൊന്നും പോയിട്ടില്ല. ഞാൻ ഈ സുഖത്തിനെ അനുഭവിക്കുന്നു എന്നുള്ള ഒരാളവിടെ ഉണ്ട്. അതിനാണ് കൽമഷം എന്ന് പറയണത്. സുഖാസ്വാദം രസാസ്വാദം എന്നൊക്കെ പറയണത് അതവിടെ ഉള്ളത് കൊണ്ട് അത് നിർവികൽപ്പമല്ല, സവികൽപ്പമാണ്. അതുകൊണ്ട് തന്നെ അതിൽ ബൈഫർക്കേഷൻ ഉണ്ട്. അത് അല്പസുഖമാണ്. ഇവിടെ ഭഗവാൻ പറയണു പ്രശാന്ത മനസ്സം. ഇവന്റെ മനസ്സ് പ്രശമിച്ചിരിക്കുന്നു, മനസ്സടങ്ങിപ്പോയിരിക്കുന്നു. സുഖം ഉത്തമം, ഉത്തമം സുഖം എന്നുവെച്ചാൽ ആ ഉത്തമ സുഖത്തിന് എന്താണ് ഇപ്പോ ഒരു ഡെഫിനിഷൻ? ശാന്തരജസം, രജോ ഗുണം അതിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പോയി. എന്നുവെച്ചാൽ അതിൽ കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം, രാഗം, ദ്വേഷം ഒന്നുമില്ല. എന്നുവെച്ചാൽ ആ മനസ്സ് ഉണർന്നു കഴിഞ്ഞാൽ ഇറ്റ് വേക്സ് അപ്പ് വിത്ത് ഇന്റലിജൻസ്. ഉറക്കത്തുനിന്ന് എഴുന്നേക്കുമ്പോ അജ്ഞാനത്തോടു കൂടിയാണ് എഴുന്നേക്കണത്. അതുപോലെ ചിലർക്കൊക്കെ തന്നെ വെളിച്ചപ്പാട് ഇളകുമല്ലോ, അല്ലേ? ചിലപ്പോ ഒരു സുഖമൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ ആടും. അപ്പോഴൊക്കെ തന്നെയും അതിന് എഴുന്നേക്കുമ്പോഴും അവരൊന്നും ജ്ഞാനികളായിട്ടല്ല എഴുന്നേക്കണത്. ചിലർക്ക് അത് കഴിഞ്ഞാൽ ഡിപ്രഷൻ വരും. ഒരു സുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്തതൊരു ഡിപ്രഷൻ വരും. അത് പോയി നഷ്ടപ്പെട്ടാൽ ഒരു ഡിപ്രഷൻ വരും. അങ്ങനെ ഇല്ലാതെ രജോ ഗുണം പൂർണ്ണമായും പോയി. അതായത് ധ്യാനത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള മനസ്സിന്റെ അവസ്ഥ വളരെ പ്രധാനമാണ്. ധ്യാനത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഇയാൾ സാത്വികനാണ്, സാധനാചതുഷ്ടയ സമ്പന്നനാണ് എങ്കിൽ ഇയാൾ ധ്യാനത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ ഉണ്ടാവുന്ന സുഖം ശാന്തരജസമായിരിക്കും. രജോ ഗുണത്തിന്റെ ഇൻഫ്ലുവൻസ്, കറപ്ഷൻ അതിലില്ല. ബ്രഹ്മഭൂതം, അതാണ് ഏറ്റവും പ്രധാന വാക്കതില്. ഇതിൽ ഇയാൾ ശാന്തിയെ അനുഭവിക്കണത് ഒരാളായിട്ട് നിന്നുകൊണ്ടല്ല, ശാന്തിയെ ആയിട്ടാണ്. സുഷുപ്തിയിൽ ഏകദേശം അതുപോലെയാണ് സംഭവിക്കുന്നത്. സുഷുപ്തിയിൽ ഞാൻ ഒരാളിൽ നിന്നുകൊണ്ട് അനുഭവിക്കണേല, ഞാൻ അങ്ങോട്ട് പോവാണ്. അതേപോലെ അജ്ഞാനം നീങ്ങിയിട്ട് ജാഗ്രത് സുഷുപ്തി എന്ന് തന്നെ ഇതിന് പറയും. ഇതിൽ ഒരേ എലമെന്റ് വ്യത്യാസം എന്താന്ന് വെച്ചാൽ ജാഗ്രതയുണ്ട്, അലേർട്ട്നെസ് ഉണ്ട്, പക്ഷേ പേഴ്സണാലിറ്റി ഇല്ല, ഇൻഡിവിജ്വൽ സെൻസ് ഇല്ല. എന്തുണ്ടോ അതുണ്ട്. ഈ ഇൻഡിവിജ്വൽ സെൻസ് ഇല്ലാത്തത് കൊണ്ട് ഒരു കുറവും വരണില്ല. യു ഗെയിൻ യുവർ റിയൽ ഇൻഡിവിജ്വാലിറ്റി, റിയൽ എസൻസ്, സത്ത.
സത്താചിത് സുഖരൂപം. അതിൽ ഞാൻ, നീ, അവൻ ഒന്നുമില്ല. സത്താചിത് സുഖരൂപമസ്തി സതതം നാഹം നചത്വം നേദം വാപി ജഗത്. ആ ഉണർവില് ബ്രഹ്മഭൂതം അകൽമഷം, കൽമഷമില്ല എന്ന് പറഞ്ഞു. കൽമഷം എന്താന്ന് വെച്ചാൽ ഈ ഇൻഡിവിജ്വാലിറ്റിയാണ്. ആ കൽമഷം അവിടെ ഇല്ല. സ്വയം താൻ അതുവായിരുന്നു കൊണ്ട്, അതാണ് ഭൂമാവ് എന്ന് പറഞ്ഞത്. എത്ര ന അന്യത് പശ്യതി ന അന്യത് ശൃണോതി ന അന്യത് വിജാനാതി സ ഭൂമാവ്. എത്ര അന്യത് പശ്യതി അന്യത് ശൃണോതി അന്യത് വിജാനാതി തദൽപ്പം. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോ ഇതൊക്കെ നമ്മള് അകമേക്ക് പോയി കാണേണ്ട വിഷയങ്ങളാണ്. അമേരിക്ക കാണാത്ത ആളുകളുടെ അടുത്ത് അമേരിക്കയെ കുറിച്ച് പ്രസംഗിച്ചാൽ പോയാലേ കാണാൻ പറ്റുള്ളൂ. ഇവിടുന്ന് ഓ ആ ഊ പറയും അല്ലേ? അതുപോലെ ഈ അനുഭവത്തിനെ ഭഗവാൻ പറയണു, ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കണു, കേൾക്ക, അത്രേ ഉള്ളൂ. കേട്ടിട്ട് ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? ആ അനുഭവസ്ഥിതിയിലേക്ക് പോവാൻ ഒരു ഡ്രൈവിംഗ് ഫോഴ്സാണത്. പോകുമ്പോഴും നമുക്കൊരു നടന്നുപോയവരുടെ ഫുട് പ്രിന്റ്സ് ഉണ്ടെങ്കിൽ വഴി അറിയുമല്ലോ, നമ്മൾ എവിടെ നിൽക്കണമെന്ന് അറിയുമല്ലോ. അതിനു വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പറഞ്ഞു, ബ്രഹ്മഭൂതം പ്രശാന്ത മനസ്സം. സ്വയം താൻ ഒരു മനുഷ്യനായിരുന്നു കൊണ്ടോ, സ്ത്രീയായിരുന്നു കൊണ്ടോ, പുരുഷനായിരുന്നു കൊണ്ടോ, ബ്രാഹ്മണനായിരുന്നു കൊണ്ടോ, ക്ഷത്രിയനായിരുന്നു കൊണ്ടോ, ഹിന്ദുവായിരുന്നു കൊണ്ടോ, മുസൽമാനായിരുന്നു കൊണ്ടോ അല്ല ആത്മാവിനെ അനുഭവിക്കണത്. താൻ ഒരു വ്യക്തിയായിരുന്നു കൊണ്ടല്ല, മറിച്ച് സ്വയമേവ താൻ തന്നെ അതുവായിരുന്നു കൊണ്ടാണ് അതിനെ അനുഭവിക്കുന്നത്. ഇപ്പോഴും നമ്മൾ അതാണ്. നിങ്ങളൊക്കെ ഇപ്പൊ തന്നെ അതാണ്. ഞാൻ ഇന്നവനാണ്, സ്ത്രീയാണ്, പുരുഷനാണ്, നല്ലവനാണ്, ചീത്തയാണെന്നൊക്കെ ധരിച്ചിരിക്കുന്നത് വെറും ഭ്രമമാണ്. ഇത് വാസ്തവത്തിൽ നിങ്ങളുടെ സ്വരൂപമല്ല. ഇപ്പൊ ഭഗവാൻ പറഞ്ഞ ഏതൊരു പ്രശാന്തി ഉണ്ടോ, ഏതൊരു ബ്രഹ്മാനുഭവമുണ്ടോ, ഏതൊരു അകൽമഷമായ ശാന്തി ഉണ്ടോ, അതാണ് നിങ്ങളുടെ സ്വരൂപം. അതാണ് നിങ്ങള്. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, ഇതൊക്കെ തന്നെ നിങ്ങളുടെ ശുദ്ധ സ്വരൂപത്തില് വന്നും പോയും കൊണ്ടിരിക്കുന്ന അവസ്ഥകളാണ്. ഈ അവസ്ഥകളൊന്നും നിങ്ങളെ അല്പം പോലും ബാധിക്കണില്ല. ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവരൂപത്തിൽ അഹമസ്മി, ഞാൻ ഉണ്ട് എന്നുള്ള ഉണർവ് രൂപത്തിൽ ഏതൊരു ബോധമുണ്ടോ ആ ബോധം സ്വയമേവ പൂർണ്ണമാണ്, സ്വയം പ്രകാശമാണ്. അതിന് സ്ത്രീയോ പുരുഷനോ ഒന്നുമില്ല, അതിൽ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ഒന്നുമില്ല. അത് പരിപൂർണമായ ചിദ്വസ്തുവാണ്, ചൈതന്യവസ്തുവാണ്, ശുദ്ധവസ്തുവാണ്. അതാണ് നിങ്ങളുടെ സ്വരൂപം. അതാണ് നിങ്ങള്. ഇതിപ്പോ കേൾക്കുമ്പോ തന്നെ അതാണ് എന്നങ്ങട് അനുഭവം കൊണ്ടൊന്ന് ഉറച്ച് ശ്രദ്ധിക്കാമെങ്കിൽ ആ ക്ഷണത്തിൽ അതാവും. തുടർന്ന് ബോധം പ്രതി 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 നിർത്തിക്കൊണ്ടു പോവുക. തുടർന്ന് ശ്രദ്ധയെ വിടാതിരുന്നാ മതി. അങ്ങനെയാണെങ്കിൽ പ്രശാന്ത മനസം ഹേനം യോഗിനം സുഖമുത്തമം ഉപൈതി ശാന്തരജസം ബ്രഹ്മഭൂതമകൽമഷം. കൽമഷമില്ലാത്തതും കളങ്കമില്ലാത്തതും അഭിമാനത്തിന്റെ ദോഷമില്ലാത്തതുമായ ആ ശാന്തി, അവധിയില്ലാത്ത ആ ആകാശം, ചിദാകാശം, അത് ധ്യാനവേളയിൽ ഒരു പ്രയാസം കൂടാതെ അകമേ തെളിഞ്ഞു കിടക്കും. സർവേഷാമിവ ഷഡ്പദാണ്. എല്ലാവരുടെ ഹൃദയത്തിലും താമരയിലേക്ക് വന്നിരിക്കുന്ന വണ്ടുപോലെ ആ അനുഭൂതി അവിടെ വന്നിരിക്കുമെന്നാണ്. ആ അനുഭൂതി വന്നിരിക്കുമെന്നൊക്കെ പറഞ്ഞ് പുറമേന്ന് വരാനൊന്നുമില്ല. അതാണോ ഉള്ളത്. ഈ ശരീരവും മനസ്സും ബുദ്ധിയും ഒക്കെ ഉണ്ടെന്ന് ധരിക്കണു, അത് വെറും കൽപ്പനയാണ്. ഇതങ്ങനെ ശ്രവണം ചെയ്തതിനെ നിശ്ചയിച്ച് മനനം ചെയ്ത് ധ്യാനം ചെയ്ത് വീണ്ടും വീണ്ടും ഉറപ്പിച്ചാൽ ആ സുഖം, ആത്യന്തികം സുഖം, അകൽമഷമായ സുഖം ഹൃദയത്തില് പ്രകാശിക്കും.
അങ്ങനെ പ്രകാശിക്കുകയാണെങ്കിൽ അടുത്ത ശ്ലോകം നോക്കാം. യുഞ്ജന്നേവം സദാത്മാനം യോഗീ വിഗതകൽമഷഃ സുഖേന ബ്രഹ്മസംസ്പർശം അത്യന്തം സുഖമശ്നുതേ. ഇങ്ങനെ വീണ്ടും വീണ്ടും യുഞ്ജന്, മനസ്സിനെ ആ ധ്യാനത്തിൽ ആഴ്ത്തി ആഴ്ത്തി മുക്കിക്കൊണ്ടിരിക്കുന്നവൻ. ഏകാന്തത്തിൽ ഇരുന്ന് മനസ്സ് നമ്മൾക്ക് കള്ളക്കഥ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് ഉള്ളിലിരുന്ന്. നീ ഇതൊന്നും അല്ലാട്ടോ, നീ ഇന്ന ആളാണ്, നീ ഇന്ന ആളുടെ മകനാണ്, നിനക്കിതൊന്നും സാധിക്കില്ല, നമ്മളെ കൊണ്ടൊന്നും ഇതൊന്നും പറ്റില്ല, എന്തൊക്കെയോ മനസ്സവിടെ ഇരുന്ന് വ്യാഖ്യാനങ്ങൾ എഴുതിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഉള്ളില്. അതിന് വിപരീതീകരണമാണ് നമ്മളിവിടെ ചെയ്യണത്. മനനം വീണ്ടും 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 മനസ്സിന്റെ ആ സ്വഭാവത്തിനെ മാറ്റിയെടുക്കാനാണ്. ഞാൻ ശുദ്ധവസ്തുവാണ്, ചൈതന്യ വസ്തുവാണ്, ഈ ദുഃഖമൊന്നും എന്നെ ബാധിക്കണില്ല, ഈ കളങ്കമൊന്നും എന്നിലില്ല, നിർമ്മലമായ വസ്തുവാണ്, സർവവ്യാപിയായ വസ്തുവാണ്, ഈ മനസ്സ് തന്നെ എനിക്കില്ല, മനസ്സ് തന്നെ എന്റെ സ്വരൂപമല്ല, നിർമ്മലമായ ചിദ്വസ്തുവാണ് ഞാൻ എന്ന് വീണ്ടും 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 മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. എന്താന്ന് വെച്ചാൽ മനസ്സ് അങ്ങനെയല്ല അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ഉള്ളിൽ പിറുപിറുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതാണ് അതിന്റെ കൽമഷം, കളങ്കം എന്ന് പറയുന്നത്. ആ കൽമഷത്തിനെ, അതിൽ നിന്ന് എല്ലാ അധർമ്മങ്ങളും ഉണ്ടാവുന്നുണ്ട്. അതാണ് രജോ ഗുണമില്ലാത്തതെന്ന് പറഞ്ഞല്ലോ. രജോ ഗുണം എന്ന് വെച്ചാൽ അധർമ്മം ചെയ്യിപ്പിക്കുന്നത് അതാണല്ലോ. ഒരു അധർമ്മവും സംഭവിക്കില്ല എപ്പോ എല്ലാം ആത്മസ്വരൂപമായി അറിയപ്പെടുമ്പോ. ഇവിടെ ഭഗവാൻ പറഞ്ഞു യുഞ്ജന്നേവം, വീണ്ടും വീണ്ടും മനസ്സിനെ ഇങ്ങനെ സമാധിയിൽ ഇരുത്തി ശീലിക്കുമ്പോ, യുജ് സമാധൗ യുജിര് യോഗേ, ആ യോഗസ്ഥിതിയിൽ ഇരുത്തി 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 ശീലിക്കുമ്പോ സദാ യോഗി വിഗത കൽമഷ, കൽമഷം അവനിൽ നിന്നും പതുക്കെ പോയി, ഭയം രാഗം ദ്വേഷമൊക്കെ വിട്ടുപോയി. സുഖേന ബ്രഹ്മസംസ്പർശം, ബ്രഹ്മത്തിനെ സ്പർശിച്ചതുകൊണ്ടുവരുന്ന സുഖം, അഥവാ ബ്രഹ്മത്തിനെ സമ്യക്കായിട്ട് സ്പർശിക്കുക എന്ന് വെച്ചാൽ എന്തിനെ സ്പർശിക്കും? ഉള്ളതിനല്ലേ സ്പർശിക്കാൻ പറ്റുള്ളൂ, ഇല്ലാത്തതിനെ പറ്റില്ലല്ലോ. അതുകൊണ്ട് ബ്രഹ്മം ആണ് ഉള്ളത്. ഇപ്പൊ തന്നെ നമ്മളുടെ ഹൃദയത്തിൽ അഹമസ്മി, ഞാനുണ്ട് എന്നുള്ള അനുഭവ രൂപത്തിൽ ഏതൊന്നുണ്ടോ അത് ആവരണം നീങ്ങിയാൽ അത് ജീവനല്ല, അത് ഒരു വ്യക്തിയല്ല, അത് ഇവിടെ ഉള്ള ഒരാളല്ല, പിന്നെ അത് അഖണ്ഡമായ ദേശകാലങ്ങളുടെ പരിധിക്ക് അപ്പുറമുള്ള പൂർണ്ണ വസ്തുവാണ് എന്ന് ആവരണം നീങ്ങുമ്പോ നമ്മളുടെ അഹമെന്ന അനുഭവം തന്നെ അഖണ്ഡമായി അവിഛിന്നമായി നിർമ്മല ചിത്തായിട്ട് ഹൃദയത്തിൽ പ്രകാശിക്കും. അതുമിതുമല്ല, അസദർത്ഥമല്ല, അഹം സച്ചിദമൃതമെന്നു തെളിഞ്ഞു ധീരനായി സദസതിഥി പ്രതിപത്തിയറ്റ് സത്തോമിതി മൃദുവായി മൃദുവായി അമർന്നിടേണം. അതുമിതുമല്ല, അസദർത്ഥമല്ല, അഹം സച്ചിദമൃതമെന്നു തെളിഞ്ഞു ധീരനായി. ആ അഹമെന്ന അനുഭവം ശൂന്യമല്ല, അത് അതുമിതുമല്ല എന്നാണ്. എന്നുവെച്ചാൽ അത് ഞാനാണ്, ഇന്നവനാണ്, അവനാണ്, ഇവനാണ് ഒന്നുമല്ല. സച്ചിദമൃതമെന്നു തെളിഞ്ഞു ധീരനായി, അത് കേവലം ഇരുപ്പേ സ്വരൂപമായി, ജ്ഞാനമേ സ്വരൂപമായി, മരണമില്ലായമേ സ്വരൂപമായി, നിത്യനിരന്തര ചിദ്ഘനമായ വസ്തുവായി അകമയ്ക്ക് പ്രകാശിക്കുന്നു. തെളിഞ്ഞ് ധീരൻ, ധീരൻ എന്ന് വെച്ചാൽ ഭയപ്പെട്ടു പോകരുത്. ആ സമയത്ത് നമ്മളുടെ അഭിമാനവും നമ്മളുടെ വ്യവഹാരത്തിനെ പിടിച്ചു നിർത്താനുള്ള ഒരു വ്യഗ്രതയും. ആധ്യാത്മികതയ്ക്ക് ഏറ്റവും വലിയ തടസ്സമാണ് വ്യവഹാരം കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹം. പലപ്പോഴും അത് കാരണം നമ്മള് കുപ്പിച്ചില്ല് വാങ്ങിക്കും ചിന്താമണി കൊടുത്തിട്ട്. അയ്യോ, ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ എന്റെ വ്യവഹാരമൊക്കെ പോവും, അതുകൊണ്ട് 2 സ്ഥലത്തുമായിട്ട് വല്ല ഒരു ഏർപ്പാടുണ്ടോ എന്ന് നോക്കാൻ. അങ്ങനെ അതാണ് ധീരനായി എന്ന് പറഞ്ഞു. പോയാ പോകട്ടെ എന്നാണ്. ഇരുട്ട് പോണത് കൊണ്ട് ആർക്കെന്ത് ദൂഷ്യം, പോട്ടെ. ധീരനായി പ്രതിപത്തിയറ്റ്, ഒന്നിനോടും പ്രതിപത്തിയില്ലാതെ ഓം ഇതി മൃദുവായി മൃദുവായി അമർന്നിടേണം. താൻ തന്നിലിരിക്കണം.
ആ ഇരുപ്പ് അതാണ് ബ്രഹ്മസംസ്പർശം. സമ്യക്കായിട്ട് തന്റെ ഇരുപ്പിനെ മനസ്സ് സ്പർശിക്കണം. സമ്യക്കായിട്ട് ഈ ശുദ്ധബുദ്ധി, ശ്രദ്ധാശക്തി അതീവ സൂക്ഷ്മമായ മണ്ഡലത്തിൽ പോയി തന്റെ യഥാർത്ഥ സ്വരൂപത്തിനെ സ്പർശിക്കുന്നു. ബ്രഹ്മസംസ്പർശം അത്യന്തം സുഖമശ്നുത്തെ എന്നാണ്. അത്യന്തമായ സുഖം, ആനന്ദം, ശാന്തി, നിറവ്, പൂർണ്ണത, നിർവൃത്തി. ആ നിർവൃത്തിയെ പ്രാപിക്കണു. അത്യന്തം സുഖം അശ്നുത്തെ. വെളിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയ സുഖമല്ല, അകമേ നിന്ന് കുടിച്ച ഒരു രസായനമാണ്. അകമേ നിന്നും കിട്ടിയ അമൃതാനുഭവമാണ്. അത്യന്തം സുഖമശ്നുത്തെ. ബ്രഹ്മസംസ്പർശം അത്യന്തം സുഖം അശ്നുത്തെ. അങ്ങനെ ആ ആത്മാനുഭവം നേടിയ യോഗി ഉണർന്നു കഴിഞ്ഞാൽ അയാൾ എന്ത് കാണും ലോകത്തിൽ? ഉണർന്നു കഴിഞ്ഞാൽ അയാൾ വീണ്ടും പഴയ പോലെ തന്നെ രാഗം ദ്വേഷത്തോടുകൂടെയാണ് ലോകം കാണുന്നതെങ്കിൽ അയാൾ സമാധിസ്ഥിതനായിരുന്നില്ല. അഥവാ അയാളുടെ സമാധി വെറുമൊരു ഭാവമണ്ഡലം മാത്രമായിരുന്നു. ധ്യാനിച്ചുകൊണ്ടിരിക്കണു, നല്ല സുഖമായി. അപ്പൊ അടുക്കളയിൽ ഗ്ലാസ് വീണു. അപ്പൊ എഴുന്നേറ്റ് പോയി ഒരു കുരുക്ഷേത്രം ഉണ്ടാക്കിയിട്ട് വന്നു. ഞാൻ ധ്യാനിക്കുമ്പോഴാണ് നിനക്ക് ഗ്ലാസ് ചോട്ടിലിടാൻ കണ്ടതല്ലേ, നിന്നെ കല്യാണം കഴിച്ചപ്പോ മുതൽ തുടങ്ങിയതാണ് എനിക്ക് ഈ ദ്രോഹം എന്നൊക്കെ പറഞ്ഞു. നിലവിളിച്ചു, ബഹളം കൂട്ടി, കോർട്ടിൽ കേസായി. എന്തിനാ? ധ്യാന സമയത്ത് ഗ്ലാസ് വീണത്തിന്. അപ്പൊ എന്തായി? അവസാനം അദ്ദേഹത്തിനടുത്തൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ എന്തിനാ ധ്യാനിച്ചു? ഞാൻ ആത്മാവാണെന്ന് ധ്യാനിച്ചു. അപ്പൊ ഈ ഗ്ലാസ് വീണ ശബ്ദം ആത്മാവല്ലയോ? ആ ഗ്ലാസ് ആത്മാവല്ലയോ? ചോട്ടിലിട്ട ആൾ ആത്മാവല്ലയോ? അത് കാണാൻ പറ്റിയില്ലല്ലോ. എന്തു പറ്റി? അപ്പൊ ധ്യാനം എന്ന് പറഞ്ഞത് ഉള്ളിലെന്തോ ഒരു വെളിയിലുള്ള വിഷയസുഖത്തിന് നമ്മൾ അഡിക്റ്റഡ് ആവുന്ന പോലെ യു ഗോട്ട് അഡിക്റ്റഡ് ടു സം ഇന്നർ ഡ്രഗ്. അപ്പൊ എന്തായി? അത് നഷ്ടപ്പെടുമ്പോ ഈ ശരിക്കും ഡ്രഗ് എന്നൊക്കെ പറയണത് എന്താ? വെളിയിലൊരു വസ്തു എടുക്കുമ്പോ നമ്മളുടെ ഉള്ളിലുള്ള എന്തോ ഒരു സുഖം വരണം അല്ലെ? സുഖം ഡ്രഗിലൊന്നും ഇല്ലല്ലോ, ഉണ്ടോ? കുടിക്കുമ്പോ സുഖം വരണു ആളുകൾക്ക്. സുഖം കുപ്പിയിലൊന്നുമില്ലല്ലോ. കുപ്പി ഡാൻസ് ഒന്നും കളിക്കണില്ലല്ലോ. ഈ കഴിച്ചവനാണ് ഡാൻസ് കളിക്കുന്നത്. കുപ്പിയൊന്നും നൃത്തം ചെയ്യണില്ലല്ലോ. ഇത് ഉള്ളു പോകുമ്പോഴാണ് ഇയാൾക്ക് ഭൂലോകം തരികിട്ട തകൃതയും തോന്നണത്. അപ്പോ ഈ സുഖം, ഇയാളുടെ ഉള്ളിലുള്ള സുഖത്തിനെ കുറച്ച് ഇളക്കി വിടാനുള്ള ശക്തി ചില സാധനങ്ങൾക്കുണ്ട്. സുഖം അപ്പോഴും ഉള്ളിന്നാണ് വരുന്നത് അല്ലേ? എന്തോ ചില സാധനങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ സുഖം വരണു ആളുകൾക്ക്. സുഖം ആ ചെടിയിലല്ല, പക്ഷെ ആ ചെടിക്കൊരു ശക്തിയുണ്ട്. എന്താ? ഇയാളുടെ ഉള്ളിലുള്ള സുഖത്തിനെ ഇളക്കി വിടാനുള്ള ശക്തി. ആ സുഖം ആ ചെടി പോയി കഴിഞ്ഞാൽ പോകും. അപ്പൊ ദേഷ്യം വരും. അത് കിട്ടിയിട്ടില്ലെങ്കിൽ ദേഷ്യം വരും ഇയാൾക്ക്. കാപ്പി കിട്ടേണ്ട സമയത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ ദേഷ്യം വരും. ഊണ് കഴിക്കേണ്ട സമയത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ ദേഷ്യം വരും. എന്താ? ആ സുഖം ജ്ഞാനത്തോടുകൂടെ അല്ല, അത് വിഷയസുഖം പോലെ തന്നെ ഒരു സുഖമായിരുന്നു. അങ്ങനെ അല്ലെങ്കിൽ എന്താവും? ഉണർന്നു കഴിഞ്ഞവൻ വാസ്തവത്തിൽ നിർവികൽപ്പ സമാധി വിട്ട് ഉണർന്നവനാണെങ്കിൽ, നിർവികൽപ്പ സമാധിയിൽ ജ്ഞാനമുണ്ട്, സത്താപ്രകാശമുണ്ട്, സ്വരൂപാനന്ദമുണ്ട്. ഈ മൂന്നുണ്ട്. ജ്ഞാനുണ്ട്, സത്താപ്രകാശമുണ്ട്, സ്വരൂപാനന്ദമുണ്ട്. ഈ മൂന്നും ഉള്ളതുകൊണ്ട് എഴുന്നേറ്റ ആള് ഈ ജ്ഞാനം കൊണ്ട് സർവത്ര സത്താപ്രകാശത്തിനെയും സ്വരൂപാനന്ദത്തിനെയും കാണും. മാത്രമല്ല, താൻ എന്തൊരു സത്യത്തിനെ അനുഭവിച്ച് താൻ അതാണെന്ന് അറിഞ്ഞു, അത് തന്നെയാണ് എല്ലാവരും എന്ന് കാണും. അവരറിയാത്തതിനെ പോലും അയാൾക്ക് കുറ്റം പറയാനില്ല. അവരൊന്നും അവരൊന്നും അജ്ഞാനികളായിട്ടിരിക്കണമല്ലോ, അറിയില്ലല്ലോ എന്നൊക്കെ തോന്നണമെങ്കിൽ പോലും കുറച്ച് ചോട്ടിൽ വരണം. എല്ലാവരും ഇവരൊന്നും മനസ്സിലാക്കണില്ലല്ലോ, ഇവരൊക്കെ ആത്മാവാണെന്ന് അറിയുന്നില്ലല്ലോ എന്ന് അറിയണമെങ്കിൽ പോലും കുറച്ച് ചോട്ടിൽ വരണം. അതുപോലും ഇല്ല. അവരറിയുന്നില്ല എന്ന് ഉള്ളത് പോലും അതൊരു നാടകമായിട്ട് അദ്ദേഹത്തിന് തോന്നുള്ളൂ. അവരൊക്കെ ഭഗവത് സ്വരൂപം തന്നെയാണ്. അജ്ഞാനികളായിട്ട് വെറുതെ നടിക്കുകയാണ്, ലീലയാണത്.
അനാദിലീലയത്രേ എന്നാണ്. അനാദികാലം മുതൽ തുറന്നു വരുന്ന ഒരു ലീലയുടെ ഭാഗമാണ്. ഞാൻ സ്ത്രീയാണ്, ഞാൻ പുരുഷനാണ്. ത്വം സ്ത്രീ ത്വം പുമാനസി ത്വം കുമാര ഉതവാ കുമാരീ ത്വം ജീർണോ ദണ്ഡേന വഞ്ചസി ത്വം ജാതോ ഭവസി വിശ്വതോ മുഖഃ. ശ്വേതാശ്വതര ഉപനിഷത്തിലെ ഋഷി പറയാണ്, ഭഗവാനെ അങ്ങ് സ്ത്രീയാണ്, അങ്ങ് പുരുഷനാണ്, അങ്ങ് കുമാരനാണ്, അങ്ങ് കുമാരിയാണ്, അങ്ങ് വൃദ്ധനാണ്, വടികുത്തി നടക്കുന്നത് അങ്ങാണ്, കള്ളനായിട്ട് നടക്കുന്നത് അങ്ങനാണ്, നല്ലവനായിട്ട് നടക്കുന്നത് അങ്ങാണ്. സർവം ബ്രഹ്മാത്മകം തസ്യ വിദ്യയാ ആത്മമനീഷയാ പരിപശ്യൻ ഉപരമേത് സർവതോ മുക്ത സംശയ. ഏകാദശ സ്കന്ധത്തിൽ ഭാഗവതത്തിൽ അവസാനം ഭഗവാൻ ഉദ്ധവർക്ക് ഉപദേശം കൊടുക്കുമ്പോ പറയണ, ഹേ ഉദ്ധവ, സർവം ബ്രഹ്മാത്മകം തസ്യ, എല്ലാം ബ്രഹ്മമാണ്. ആര് വിദ്യയാ ആത്മമനീഷയ, ഈ വിദ്യക്കാണ് ആത്മമനീഷ എന്ന് പറഞ്ഞത്. ആത്മാവിനെ അറിയിപ്പിക്കുന്ന ആ ജ്ഞാനം കൊണ്ട് സകലത്തിലും ആ ആത്മാവാണ്, എല്ലാവരും ആത്മസ്വരൂപികളാണെന്ന് അറിഞ്ഞ ശേഷം ഉപരമേത് എന്ന് വെച്ചാൽ അതിനെ ഞങ്ങൾ മറന്നു കളയാന്നാണ്. അതിനെയും ചുമ്മാ ചിന്തിക്കൊന്നും വേണ്ട, എല്ലാവരും ആത്മാവാണ് ബ്രഹ്മമാണെന്ന് പറഞ്ഞൊരു തോട്ട് പ്രോസസ് അതും ആക്ടിവേറ്റ് ആവണമെന്നില്ല. കാരണം ആ വികല്പവും ഒഴിഞ്ഞു കഴിയുമ്പോ വാസ്തവത്തിലുള്ള നിശ്ചലത, അവ്യാജശാന്തി വരും. അവ്യാജശാന്തി എന്നാണ്. വന്നുപോകുന്ന ശാന്തിയല്ല, നിരന്തര ശാന്തി. വേണ്ട സമയത്ത് ആ ജ്ഞാനം ഓപ്പറേറ്റ് ചെയ്തോളും, അല്ലെങ്കിൽ ആ ജ്ഞാനവും വേണ്ട. അവിടെ സ്വയം ആ ജ്ഞാനത്തിനെയും അങ്ങോട്ട് വിട്ടുകളഞ്ഞു. എന്നിട്ടോ അങ്ങനെ ശാന്തശീതളമായി നിറഞ്ഞ കുടം പോലെ ഉപരമേത് സർവത്തോ മുക്ത സംശയ, എല്ലാത്തിലും മുക്ത സംശയനായി. ഏതിലൊക്കെ അയാൾ ആത്മാവിനെ കാണുന്നത്? ബ്രാഹ്മണേ പുൽക്കസേ സ്തേനേ ബ്രഹ്മണി അർക്കേ സ്ഫുലിംഗകേ അക്രൂരേ ക്രൂരകേ ചൈവ സമദൃക് പണ്ഡിതോ മതഃ. ബ്രാഹ്മണനിലും, പുൽക്കസൻ എന്ന് വെച്ചാൽ ചണ്ടാളനിലും, നായ്മാംസം ഭക്ഷിക്കുന്നവനിലും, സ്തേനെ കള്ളനിലും, അർക്കേ സൂര്യനിലും, സ്ഫുലിംഗകെ പ്രകാശിക്കുന്ന നക്ഷത്രാദികളിലുമൊക്കെ, അക്രൂരെ പരമശാന്ത പ്രശാന്ത പ്രകൃതിയായ ഒരാളിലും, ക്രൂരകെ ജൈവ സെക്കൻഡ് വേൾഡ് വാർ നടക്കുമ്പോ ഹിറ്റ്ലറിനെ എല്ലാരും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് രമണ മഹർഷിയോട് എന്തോ ചോദിച്ചപ്പോ, ഹിറ്റ്ലറിനെ കുറിച്ച് എന്തോ ചോദിച്ചപ്പോ ഭഗവാൻ പറഞ്ഞു, ഹിറ്റ്ലർ ജ്ഞാനിയല്ല എന്ന് ആർക്കറിയാം. ഇവർക്ക് ഈ ഭാവന ചെയ്യാനേ പറ്റില്ല. ഭഗവാൻ പറഞ്ഞപ്പോ ഹിറ്റ്ലറിനെ പോയി ജ്ഞാനി എന്ന് പറയേ, ഹിറ്റ്ലറിനെ പോയി ഭഗവാൻ അവതാരം എന്നൊക്കെ പറയെന്ന് വെച്ചാൽ ഇത്തിരി ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഭഗവാന്റെ ദർശനം അതാണ്. ഭഗവാന് ആത്മാവല്ലാതെ ആരുമില്ല. പക്ഷെ ഇത്ര ക്രൂരനായ ഒരാളെ പോയിട്ട് എങ്ങനെ പറയുമെന്ന് വെച്ചാൽ, ആ ക്രൂരത പോലും ഒരു സാധാരണ നമ്മൾ വിചാരിച്ച ഹിറ്റ്ലർ ആവാൻ പറ്റുമോ എന്നാലോചിച്ച് നോക്കും. നമ്മൾ ഹിറ്റ്ലർ നമുക്ക് ലൈസൻസ് തന്നു, നാളെ വന്നിട്ട് നമ്മളുടെ അടുത്ത് ഹിറ്റ്ലർ ആവാൻ നമുക്ക് ലൈസൻസ് തന്നാൽ നമുക്ക് ഹിറ്റ്ലർ ആവാൻ പറ്റുമോ? നമ്മളെ കൊണ്ട് സാധിക്കുമോ? ഇത്രയും ആളുകളെ ഇളക്കി വിട്ട് ഇത്രയും വലിയ കൊല ചെയ്യാനുള്ള സംഹാര ശക്തി പോലും ആ പ്രകൃതി തന്നെയാണ് ആവിർഭവിക്കണത് അയാളിലൂടെ. അത് എന്തോ കാരണമാണ് അയാളെ ക്രൂരനായിട്ട് നമ്മൾ ചിത്രീകരിച്ചു, അത്ര തന്നെ. അതുകൊണ്ടാണ് ഭാഗവതത്തിൽ രാവണൻ, കുംഭകർണൻ, ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ ആരും വില്ലന്മാരൊന്നുമല്ല. നമ്മളുടെ ദൃഷ്ടിയിലാണ് വില്ലന്മാര്. അവരൊക്കെ വൈകുണ്ഠത്തുനിന്ന് വന്നവരാ. വേറെ ഒരു സ്ഥലത്ത് ഭഗവാന്റെ കൂടെ ഡ്രാമ നടത്താൻ വന്നവരാണ്. അങ്ങനെയാണല്ലോ കഥ. അവരെ ആരെയും പിക്ചർ ചെയ്യുമ്പോ ഭയങ്കരന്മാരായിട്ട് കാണിച്ചാലും വേറെ ഒരു വശത്ത് അവരൊക്കെ വൈകുണ്ഠത്തുനിന്ന് വന്നവരാണ്. 3 ജന്മത്തോടെ തിരിച്ചുപോയവരാണ്. അവര് യുദ്ധം ചെയ്യുമ്പോഴും ശണ്ട കൂടുമ്പോഴും ഒക്കെ സമാധി സ്ഥിതിയിൽ ഇരുന്നവരാണെന്നാണ് ഭാഗവതം പറയണത്. സംഭ്രംഭ സംഭൃത സമാധി അനുബദ്ധ യോഗവും. എങ്ങനെയാ നരസിംഹസ്വാമിയുടെ അടുത്തൊക്കെ യുദ്ധം ചെയ്യാൻ ധൈര്യം കാണിച്ചതെന്ന് വെച്ചാൽ സംഭ്രംഭ സംഭൃത സമാധി അനുബദ്ധ യോഗവും. വെറുപ്പ് കൊണ്ട് ഒരു സമാധി സ്ഥിതി വന്നു അത്ര ഇവർക്ക്. സമാധി വന്നിട്ട് ആ യോഗസ്ഥിതിയിൽ ഇരുന്നു കൊണ്ടാണ് അത്ര യുദ്ധമൊക്കെ.
ചുരുക്കത്തിൽ ഈ പ്രപഞ്ചമെന്ന് പറയണത് ആ പരമേശ്വരന്റെ തിരുക്കൂത്താണ്, കൂത്തരംഗമാണ്. ഇവിടെ ദുഷ്ടനും നല്ലയാളും ശിഷ്ടനും ഒക്കെ തന്നെ. ശിഷ്ടൻ ചിലപ്പോ നോക്കിയാൽ ദുഷ്ടനാവും, ദുഷ്ടൻ ചിലപ്പോ നോക്കിയാൽ ശിഷ്ടനാവും. ഒരു ദൃഷ്ടിയിൽ ശിഷ്ടനെ ദുഷ്ടൻ എന്ന് വിളിക്കാം, വേറൊരു ദൃഷ്ടിയിൽ ദുഷ്ടനെ ശിഷ്ടൻ എന്ന് വിളിക്കാം. അതുകൊണ്ടാണ് ഇന്ന് ആളുകള്, ഒരു പറ്റം ആളുകൾ രാമനെ കുറ്റം പറഞ്ഞ് പുസ്തകം എഴുതും, വേറൊരു പറ്റം ആളുകൾ രാവണനെ കുറ്റം പറഞ്ഞ് പുസ്തകം എഴുതും. ഭഗവാന് രണ്ട് സമാണെന്നാണ് ഭാഗവതത്തിൽ അങ്ങനെ ശ്ലോകമുണ്ട്. ഞാൻ ഒരു സ്മരണ വരണില്ല. രണ്ട് കൂട്ടർക്കും ഭഗവാൻ ആളുകളെ കൊടുക്കും എന്നാണ്. രണ്ടുപേർക്കും സമം അനുകൂലമായിട്ട് നിൽക്കും എന്നാണ്. സമമായിട്ടും അനുകൂലമായിട്ടും നിൽക്കും അത്രേ. ഇങ്ങോട്ട് എന്താന്ന് വെച്ചാൽ രണ്ടുപേരും ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്നാണ്. അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആ മനീഷയിൽ ഇവിടെ ദ്വൈതമില്ല. ദ്വൈതം നിൽക്കുമ്പോഴാണ് നമുക്ക് ശത്രുതയൊക്കെ വരുന്നത്. നോക്കൂ, നമ്മളുടെ മനസ്സിന് നിൽക്കണമെങ്കിൽ ദ്വൈതം വേണം, കോൺഫ്ലിക്റ്റ് വേണം. അതാണ് പറഞ്ഞ് നമ്മളുടെ കലകൾ മുഴുവൻ നോക്കൂ, സിനിമകൾ മുഴുവൻ നോക്കൂ, ഡ്രാമ മുഴുവൻ നോക്കൂ, രണ്ടില്ലാതെ പറ്റി ഹീറോ മാത്രമായിട്ട് ഒരു സിനിമ എടുക്കൂ, ഓടുകയില്ല. ഓടുവോ? എന്താ മനസ്സിന് എക്സൈറ്റ്മെന്റ് വരുന്നത് തന്നെ അവസാനം ആ വില്ലനെ ഹീറോ അടിക്കുമ്പോഴാണ്. അതെവിടെയാ? നമ്മളുടെ ഉള്ളിലുള്ള ദ്വൈതമാണത്. ആ രണ്ടാണത്. ആ രണ്ട് വേണം. അപ്പൊ എന്താവുന്നു? നമ്മൾക്ക് എന്തോ ഒരു എനർജി, നമുക്ക് ഈഗോവിന് ഈ രണ്ടുണ്ടെങ്കിൽ, ഈഗോ ആണ് നമ്മളുടെ എനർജി സോഴ്സ്. ആ അഹങ്കാരത്തിന് രണ്ടുണ്ടെങ്കിൽ സുഖാണ്. ഇപ്പൊ ക്രിക്കറ്റ് ഒക്കെ ആവുമ്പോ നമ്മളുടെ ആളുകൾ അവരുടെ കൂടെ കളിക്കുമ്പോഴാണ് സുഖം. ഇപ്പൊ എല്ലാരും കൂടെ വട്ടം കറങ്ങിയിട്ട് ആർക്കും എന്തിനോട് ഐഡന്റിഫൈ ചെയ്യണമെന്ന് അറിയണില്ല. ഇന്ത്യൻ ക്രിക്കറ്റേഴ്സും ഉണ്ട്, പാകിസ്ഥാനീസും ഉണ്ട്, ഓസ്ട്രേലിയക്കാരനുണ്ട്, ഒക്കെ ഒരു ടീമിൽ. മറ്റേ ടീമിൽ നോക്കിയാൽ അതിലും കുറെ ആളുകളുണ്ട്. എന്നാലും കുറച്ചു നേരം നോക്കിയിരുന്നാൽ കാണാൻ നമ്മൾ ഏതിനോടോ ഒന്നിനോട് പറ്റിക്കൂടി മറ്റേതിന്റെ നേരെ ചണ്ട കൂടും. എന്താന്ന് വെച്ചാൽ അപ്പോഴേ നമുക്ക് കണ്ടുകൊണ്ടിരുന്ന ഒരു സുഖമുള്ളൂ. അർജന്റീനയും ബ്രസീലും കൂടെ ഫുട്ബോൾ കളിച്ചാൽ രണ്ടു കൂട്ടരും നമുക്ക് ഒരുപോലെയാണെങ്കിലും കുറച്ചുനേരം നോക്കിയിരുന്നാൽ ഏതോ ഒരു കൂട്ടരുടെ കൂടെ കൂടിയിട്ട് നമുക്കൊരു ഉത്സാഹം വരും. എന്താ കാരണം? ഒരു സംബന്ധം ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഈ രണ്ടു വേണം. രണ്ടു വെച്ചുകൊണ്ട് ഒരിടത്ത് നിന്നിട്ട് മറ്റൊന്നിനോടുകൂടെ യുദ്ധം ചെയ്താലാണ് എന്റെ അഭിമാനം നിൽക്കുക. ഇതിനാണ് സംസാരം എന്ന് പേര്. അറിഞ്ഞില്ല, ഇതാണ് സംസാരം. ഈ പ്രോസസ് ജീവിതം മുഴുവൻ കാണും, ലോകത്തിൽ മുഴുവൻ കാണും. ഇതങ്ങോട്ട് എടുത്തു കളഞ്ഞാൽ നമ്മൾ മുക്തരായി. ആദ്യമൊക്കെ ഈ കളി കണ്ടു രസിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, അന്ന് എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ എപ്പോ ഒരു ടീം തോൽക്കണോ അപ്പൊ ജയിക്കുന്ന ടീമിന്റെ കൂടെ കൂടുന്നു പറഞ്ഞു. ഒരു പക്ഷമല്ല, പക്ഷം കഞ്ചന ആശ്രയിക്കുന്നാണ്. ഒരു പക്ഷവും ഇല്ല എന്നാണ്. എന്താന്ന് വെച്ചാൽ വെറുതെ ടെൻഷനാണ്, ഡിപ്രഷനാണ്. എല്ലാ ജയവും നമ്മളുടെയാണ്, എല്ലാ പരാജയവും നമ്മളുടെയാണ്. ഇത് രണ്ടും നമ്മളുടെ ഉള്ളിലാണ്. ഈ എനർജി ഇങ്ങനെ മുകളിലേക്കും ചുവട്ടിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ഉള്ളിലാണ് ഈ ഊർജം മുകളിലേക്ക് ചുവട്ടിലേക്ക് പോണത്. അപ്പൊ എപ്പോ ഈ ദ്വൈതത്തിനെ എടുത്തു കളഞ്ഞു, നമുക്ക് രണ്ടൊന്നുമില്ലെങ്കിൽ എല്ലാരിലും ഒരേ സത്യത്തിനെ കാണുക എന്നുള്ള ആശയം, കാണുക എന്നൊക്കെ നമ്മൾ പറയണത് നമ്മളിൽ ആ തത്വദർശനത്തിന്റെ തെളിവുണ്ടായാലേ കാണാൻ പറ്റും. അതിനു മുമ്പില്ല. തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാണുക എന്നല്ല, വളരെ നാച്ചുറലായിട്ട് അതങ്ങോട്ട് കാണും. കാണുക എന്ന് വെച്ചാൽ എല്ലാ കുഴപ്പങ്ങളുടെ നടുവ് കൂടെ അത് കാണും. അതാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയണത്. നോക്കാം. സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ചാത്മനി ഈക്ഷതേ യോഗയുക്താത്മാ സർവത്ര സമദർശനഃ. സർവേഷു ഭൂതേഷു സ്ഥിതം സ്വം ആത്മാനം സർവഭൂതാനി ബ്രഹ്മാദീനി സ്തംഭപര്യന്താനി ച ആത്മനി ഏകതാം ഗതാനി ഈക്ഷതേ യോഗയുക്താത്മാ സമാഹിതാന്തഃകരണഃ സൻ. സർവേഷു ബ്രഹ്മാദിസ്ഥാവരാന്തേഷു സമം നിർവിശേഷം ബ്രഹ്മാത്മൈകത്വ വിഷയം ദർശനം യസ്യ സഹ സമദർശനഃ.
സർവഭൂതങ്ങളിലും ഒരേ സത്തയെ, ആത്മാവിനെ കാണുന്നു. സർവഭൂതങ്ങളെയും ആത്മാവിൽ ഒരേ സത്യത്തിൽ ഇരിക്കുന്നതായിട്ട് കാണുന്നു. ചുരുക്കത്തിൽ ആ ഒരേ സത്യത്തിന്റെ തിരുക്കൂത്താണ് സകലതും എന്ന് കാണുമ്പോ അവൻ സമദർശിയായിട്ട് തീരും, യോഗിയായിട്ട് തീരും. സമദർശിയാണ് യോഗി. സമത്വം യോഗ ഉച്ചത എന്ന് വെച്ചാൽ എന്ത് കണ്ടാലും അയാളുടെ യോഗം ചലിക്കില്ല എന്നാണ്. എന്ത് കണ്ടാലും അയാൾക്ക് വിപരീതം എന്നൊന്നില്ല, അയാൾക്ക് ശത്രു ഒന്നില്ല. ബ്രഹ്മചിത് ബ്രഹ്മഭുവനം ബ്രഹ്മഭൂത പരമ്പരാഹ ബ്രഹ്മാഹം ബ്രഹ്മമച്ഛത്രു ബ്രഹ്മമത് മിത്രബാന്ധവാഹ. എന്തിനോട് നീ വെറുക്കുക, ദ്വേഷിക്കുക ഒന്നുമില്ല. ബ്രഹ്മചിത്, അകമയ്ക്ക് ഞാൻ എന്ന അനുഭവരൂപത്തിൽ പ്രകാശിക്കുന്നത് ബ്രഹ്മമാണ്. ബ്രഹ്മഭുവനം, ഈ കാണപ്പെടുന്ന പ്രപഞ്ചം ബ്രഹ്മമാണ്. ബ്രഹ്മഭൂത പരമ്പരാഹ, ഈ കാണപ്പെടുന്ന പ്രാണിജാതങ്ങൾ മുഴുവൻ ആ പരമാത്മാവാണ്. ബ്രഹ്മാഹം ബ്രഹ്മമത് ശത്രു ബ്രഹ്മമത് മിത്രബാന്ധവാഹ. വ്യവഹാരത്തിൽ എന്തൊക്കെ കാണുന്നു അതൊക്കെ തന്നെ ആ പരമാത്മാവാണെന്ന് അറിയുന്നവൻ സമദർശിയായിട്ട് തീരും. ഈക്ഷതേ യോഗയുക്താത്മാ, ആ യോഗസ്ഥിതിയിൽ സർവത്ര സമദർശന. അടുത്ത ശ്ലോകം. യോ മാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സചമേന പ്രണശ്യതി. സർവഭൂതസ്ഥമാത്മാനം എന്ന ഒബ്ജക്റ്റീവായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന കൃഷ്ണൻ പെട്ടെന്ന് അങ്ങോട്ട് താൻ അതായിട്ട് തന്നെ പറയുകയാണ് അവിടെ. എന്നെ എല്ലാ സ്ഥലത്തും ആര് കാണുന്നുവോ, യോമാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി. സർവം എന്ന് വെച്ചാൽ ഈ കാണപ്പെടുന്ന സർവം. സർവം എന്ന് പറയുമ്പോ തന്നെ ദേശം, കാലം, പദാർത്ഥം, ക്രിയ, വ്യക്തി, ദ്രവ്യം ഒക്കെ വന്നു. ഇതെല്ലാം തന്നെ മയി പശ്യതി, ഞാനാകുന്ന അധിഷ്ഠാനത്തിൽ, ഞാനാകുന്ന സ്ക്രീനിൽ കാണപ്പെടുന്ന ചിത്രങ്ങളാണ് ഇതൊക്കെ എന്ന് എപ്പ അറിയുന്നുവോ അങ്ങനെയുള്ളവന് ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല എന്നാണ്. അവന് കണ്ണടച്ചതുകൊണ്ടോ കണ്ണു തുറന്നതുകൊണ്ടോ ഭഗവാൻ ഇല്ലാതാവണില്ല. സ്വർണത്തിനെ വളയാക്കി മാറ്റിയാലും മോതിരമാക്കി മാറ്റിയാലും കിരീടമാക്കി മാറ്റിയാലും വെറും സ്വർണക്കട്ടയാക്കി ഇട്ടാലും സ്വർണം എന്നുള്ള വസ്തുസ്ഥിതി പോണില്ല. കടൽ എന്ന് നോക്കുമ്പോ അല വേറെ കുമിള വേറെ ഒക്കെ ഉണ്ട്. വെള്ളം എന്ന് നോക്കുമ്പോ വെള്ളത്തിൽ അലയോ കുമിളയോ സമുദ്രമോ ഒന്നുമില്ല. വെള്ളം അലയാണ്, കുമിളയാണ്, സമുദ്രമാണ്, എല്ലാമാണ്. അതേപോലെ ആ ചിത്ത് എന്ന് നോക്കുമ്പോ മനസ്സ്, ബുദ്ധി, ശരീരം, അഹങ്കാരം, പ്രപഞ്ചം ഒക്കെ ആ ചിത്ത് തന്നെ. അപ്പോ ആ ചിത്തിനെ അറിഞ്ഞവന് അതൊരു കാലത്തും നഷ്ടപ്പെടുന്നില്ല. കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞ് വസ്തുവിനെ കണ്ടവന് പിന്നെ ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഒന്നുമില്ല, ഒക്കെ കോൺഷ്യസ്നസ് ആണ്. അതിനു മുമ്പ് ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ ഉണ്ട്. സൂക്ഷ്മമാവും തോറും പലവിധത്തിൽ സൂക്ഷ്മമായി ലാസ്റ്റിൽ രണ്ട് പദാർത്ഥങ്ങൾ നിൽക്കും പരസ്പരാപേക്ഷികമായിട്ട്. ആ രണ്ട് പദാർത്ഥങ്ങളും സൂക്ഷ്മ ദർശനത്തിൽ ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽബതം ഉണ്ടാവതല്ല മമ പണ്ടെക്കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയെങ്കിലിഹ നാരായണായ നമ. ഒന്നേ ഉള്ളൂ, അതാണ് ഒന്നെന്നും പറയാൻ പറ്റില്ല. പിന്നെ അതിനെ ഒന്നു മാത്രമാണെങ്കിൽ ആരെങ്കിലും ഒന്നെന്ന് പറയൂ? നചൈകം തദന്യദ്വിതീയം കുതഃ സ്യാത് നവാ കേവലത്വം നചാ കേവലത്വം ന ശൂന്യം നച അശൂന്യം അദ്വൈതകത്വാത് കഥം സർവവേദാന്ത സിദ്ധം ബ്രവീമി. എങ്ങനെ പറയുമെന്നാണ്, പറയാൻ വയ്യ. അപ്പൊ എന്താ മിണ്ടാണ്ടിരിക്കണോ എന്നാണ്. മൗനം ഗച്ഛേത് എന്നാണ്. ആത്മാനാത്മ വിവേചനാപി മമനോ വിദ്വത്കൃതാരോചത്തെ അനാത്മാനാസ്തി യതസ്തി ഗോചര വപുഃ കോവാ വിവേക്തും ക്ഷമി മിഥ്യാവാദ വിചാരചിന്തനമഹോ കുറുവന്തി അദൃഷ്ടാത്മകാഃ ഭ്രാന്തായേവ ന പാരഗാഃ ദൃഢധിയഃ തൂഷ്ണീം ശിലാവത് സ്ഥിതാഃ. ദൃഢമായി തത്വം അറിഞ്ഞവർ പാറകല്ലുപോലെ മൗനമായിട്ട്, എന്നുവെച്ചാൽ പുറമേക്കല്ല, സത്യം അറിഞ്ഞ് ശാന്തരായിരിക്കും. അപ്പോ
അവർക്ക് കണ്ണടച്ചാലും കണ്ണു തുറന്നാലും ഉറങ്ങിയാലും ഉണർന്നാലും വ്യവഹരിച്ചാലും അവർക്ക് ഭഗവാൻ അവരെ വിട്ടുപോകില്ല. അവർക്ക് ധ്യാനം കൊണ്ടോ സമാധി കൊണ്ടോ തന്നെ ഇനി അനുഭവിക്കണമെന്നൊന്നുമില്ല. അവർക്ക് സമാധി ഒന്നും കാര്യമില്ല. ഇനി അഷ്ടാവക്രൻ, ജനകൻ ചോദിച്ചു അഷ്ടാവക്രനോട്, തത്വദർശനമൊക്കെ ഉണ്ട്, എനിക്ക് നല്ലവണ്ണം മനസ്സിലായി, എത്ര നേരം പക്ഷെ സമാധിയിലിരുന്നാലും എനിക്ക് എന്തുകൊണ്ട് സത്യം അറിയാൻ പറ്റണില്ല? അപ്പൊ അഷ്ടാവക്രൻ പറഞ്ഞു, വസ്തു അതേ ഉള്ളൂ എന്ന് നിശ്ചയിക്കൂ, എന്നിട്ട് പിന്നെ എന്തിനാ ഇങ്ങനെ കണ്ണുടച്ച് മൂച്ചു പിടിച്ചിരിക്കണത്? അയമേവഹി തേ ബന്ധഃ യത് സമാധിമനുതിഷ്ഠസീന്ന്. നിന്റെ ബന്ധത്തിന് കാരണം ഈ മൂച്ചും പിടിച്ചിങ്ങനെ ഇരിക്കണമല്ലോ, ഇതാണ് നിനക്ക് കുഴപ്പം എന്നാണ്. കണ്ണു തുറന്നാലും കണ്ണടച്ചാലും ധ്യാനിച്ചാലും ഉണർന്നാലും ആ വസ്തുവാണോ ഉള്ളതെന്ന് അറിഞ്ഞ് സഹജമായിട്ട് തീരൂ. ഈ ബലം പിടിക്കണത് നിർത്തൂ. നകിഞ്ചിത് ഹൃദി ധാരയാണ്. യാതൊന്നും പ്രത്യേകമായി ഒരു വസ്തു മനസ്സിൽ വെക്കണ്ട, സാധാരണമായിട്ട് തീരൂ. ഒരു വിചാരവും ഉള്ളില് ബലമായിട്ടോ ഇന്റൻസ് ആയിട്ടോ സൂക്ഷ്മമായിട്ടോ വലുതായിട്ടോ ചെറുതായിട്ടോ ഒന്നും കൊണ്ടുവരണ്ട. ശാന്തമാവൂ. എന്തെങ്കിലുമൊക്കെ വിചാരം വരുമ്പോ ഉപേക്ഷിക്കും. വലിയ വലിയ കാര്യങ്ങൾ വന്നാലും ചെറിയ ചെറിയ കാര്യങ്ങൾ വന്നാലും സത്വഗുണം വന്നാലും രജോ ഗുണം വന്നാലും തമോ ഗുണം വന്നാലും ഉപേക്ഷിക്കും. നിനക്ക് സമാധിയും വ്യവഹാരവും രണ്ടും ഒരേപോലെ ഒരു വസ്തുവിൽ ഉണ്ടാവുന്ന പ്രതിഭാസങ്ങൾ മാത്രമാണെന്ന് അറിഞ്ഞ് ശാന്താവും, നിശ്ചലാവും, സഹജാവും. നാടി നരമ്പൊന്നും ബലം പിടിക്കണ്ട. സാധനയൊക്കെ ചെയ്ത് ആദ്യകാലത്തൊക്കെ സത്വഗുണം യോഗസ്ഥിതിയൊക്കെ ചെയ്ത് പരിശീലിച്ചൊക്കെ കഴിഞ്ഞ ശേഷം ഈ ശീതളത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ പല രോഗങ്ങളും പിടിപെടും. എന്താന്ന് വെച്ചാൽ ഈ ധ്യാന യോഗത്തിന് ഒരുപാട് മൂർച്ച പിടിക്കണേ. അതൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് വയറും ഒക്കെ കേടുവന്ന് ബുദ്ധിയൊക്കെ കേടുവന്ന് ഇന്ദ്രിയങ്ങളൊക്കെ ബലം ക്ഷയിച്ച് ശരീരത്തിന് ആരോഗ്യമൊക്കെ പോകും യോഗികൾക്ക്. അതുകൊണ്ടാണ് ഏറ്റവും അധികം എനർജി വേണം ഇതിന്. വളരെ കുറച്ചുപേര് മാത്രമേ അത്രയധികം ശരീരബലത്തോടുകൂടിയും സത്വഗുണത്തോടുകൂടിയും വരുള്ളൂ ലോകത്തിലേക്ക്. അല്ലാതെ ഈ സൂക്ഷ്മദർശനത്തിന് ഈ ബലം പിടിച്ചൊക്കെ കഴിഞ്ഞിട്ട് അവസാനം തത്വം നിശ്ചയിച്ചിട്ട് പാണ്ഡിത്യത്തിന് ചുരുട്ടിക്കെട്ടി പെട്ടിയിൽ വെച്ചിട്ട് സാധാരണ ആവണമെന്നാണ്. ശാന്ത പാണ്ഡിത്യം നിർവിദ്യാണ് ബാല്യേന തിഷ്ഠാസേത്. കുട്ടികളെ പോലെ ആവുകയാണ്. തത്വം നിശ്ചയിച്ചില്ല, ഇനി എന്താ വേണ്ട, അറിഞ്ഞില്ല, ഇനി എന്താ വേണ്ട, ശാന്താവൂ, കുട്ടികളെ പോലെ ആവൂന്ന്, ശീതളമാവും. അത്രയും സഹജമായിട്ട് തീരട്ടെ ആ വസ്തു. എന്തിലും നീ എന്നെ കാണും, നിനക്ക് ഇനി ഒരിക്കലും എന്നെ നഷ്ടപ്പെടില്ല. കാരണം ഞാനല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടെന്ന് ധാരണയുണ്ടോ, ആ ധാരണ മാറ്റാം. അതിന് സമാധിയോ ധ്യാനമോ ശ്രവണ മനന നിധിധ്യാസനങ്ങളോ ഒക്കെ ചെയ്യാം. എപ്പോ ഞാനല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് അറിഞ്ഞു, സകലതും ഞാനാണെന്ന് അറിഞ്ഞു, കുറച്ചു കാലം അത് ആലോചിക്കുക, ഓർമ്മിക്കുക. എല്ലാം ഞാനാണ്, എല്ലാം ഭഗവാനാണ്. അന്നം ച ബ്രഹ്മ, ഭോക്താ ച ബ്രഹ്മ, അഹം ച ബ്രഹ്മ. കൈകളിൽ പ്രവൃത്തിയായിട്ടും കാലുകളിൽ ചലനമായിട്ടും മനസ്സിൽ ചിത്തവൃത്തികളായിട്ടും ബുദ്ധിയിൽ വിവേചനമായിട്ടും കാരണശരീരത്തിൽ ഉറക്കമായിട്ടും ഭാര്യയായിട്ടും ഭർത്താവായിട്ടും ഒക്കെ ഭഗവാനാണ് എന്നൊക്കെ ഇങ്ങനെയൊക്കെ ആദ്യം മനനം ചെയ്യാം. കർമ്മേതി ഹസ്തയോഹോ ഉപാസ്വ ഗതിരിതി പാദയോഹോ ഉപാസ്വ. ശ്രുതിയാണ്. കർമ്മേതി ഹസ്തയോഹോ, കൈ കർമ്മം ചെയ്യുമ്പോ ആ ഭഗവാൻ തന്നെയാണ് ഈ കർമ്മം ചെയ്യുന്നത്. ഗതിരിതി പാദയോഹോ, നടക്കുമ്പോ ഭഗവാനാണ് നടക്കണത്. വിമുക്തിരിതി പായൗ, രാവിലെ എണീറ്റ് വയറ് ഒഴിഞ്ഞു പോകുമ്പോ വിസർജനം ചെയ്യുമ്പോ ഭഗവാനാണെന്നാണ്. വിമുക്തിരിതി പായൗ. ഇങ്ങനെ എല്ലാ വികാര അനുഭവങ്ങളെയും ഒരാളായ അഭിമാനിയായി ഞാനിരുന്ന് ചെയ്യണു എന്നുള്ളത് മാറ്റിക്കളഞ്ഞിട്ട് യോമാം പശ്യതി സർവത്ര എന്ന് വെച്ചാൽ, സർവത്ര എന്ന് വെച്ചാൽ നമ്മളുടെ വ്യവഹാരത്തിൽ മുഴുവനും സർവം ച മയി പശ്യതി. ഈ പ്രക്രിയകളൊക്കെ എവിടെ നടക്കണു? ആനന്ദാദ്യേവ ഖൽ വിമാനി ഭൂതാനി ജായന്തേ ആനന്ദേന ജാതാനി ജീവന്തി ആനന്ദം പ്രയന്തി അഭിസംവിശന്തി. ആനന്ദത്തിൽ ഉദിച്ച് ആനന്ദത്തിൽ നിന്ന് ആനന്ദത്തിൽ ലയിക്കുന്നു, ഭഗവാനിൽ ഉദിച്ച് ഭഗവാനിൽ നിന്ന് ഭഗവാനിൽ ലയിക്കുന്നു. ആ ആനന്ദമാണ് കൃഷ്ണസ്വരൂപം. ഈ പ്രപഞ്ച ലീല എന്തിനാണ്? ആനന്ദത്തിന് വേണ്ടിയിട്ടാണ്. ആനന്ദം എന്നൊക്കെ പറയാം. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നടക്കണോ? അതിപ്പോ സിനിമയിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണില്ലേ?
ട്രാജഡി ഒക്കെ നടക്കണില്ലേ? ചിലർക്കൊക്കെ പഴയ കാലത്ത് മലയാളം സിനിമ മുഴുവൻ ട്രാജഡിയാണ്. ഇപ്പോഴൊന്നും അങ്ങനെയില്ല. മുമ്പ് എല്ലാത്തിലും അവസാനമാകുമ്പോൾ ചത്തുപോകും, മരിച്ചുപോകും. എന്നിട്ട് അത് കാണാൻ ആളുകൾ പോവും. എന്നിട്ട് കരഞ്ഞുകൊണ്ടേ വരും. വീട്ടിലെന്തോ ദുഃഖത്തോടു കൂടിയാണ് പോയത്, അത് വല്ലാത്ത വിഷമം, സിനിമ കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് പോയിട്ട് കരഞ്ഞുകൊണ്ടേ വന്നിട്ട് പിന്നീട് അടുത്ത ദിവസം പിന്നെയും പോണു. എന്തിനാന്ന് വെച്ചാ നന്നായിട്ടുണ്ട് കേട്ടോ, ഇന്ന് കരഞ്ഞിട്ടല്ലേ വന്ന്, എന്നാലും ആ കരച്ചിലൊരു സുഖം ഉണ്ടെന്നാണ്. എന്താ കാര്യം? അത് സിനിമയാണെന്ന് അറിയുമ്പോ കരയാൻ പോലും ഒരു സുഖം അത്രേ. അപ്പോ നമ്മളുടെ ജീവിതം മുഴുവൻ സിനിമയാണെന്ന് അറിഞ്ഞാൽ കരഞ്ഞാലും സുഖം ഉണ്ടാവും. വിവേകാനന്ദ സ്വാമി അടുത്ത് പറയുന്നുണ്ട്, ദർ ഇസ് ഡീപ് എക്സ്റ്റസി ഇൻ പെയിൻ എന്നാണ്. അത് മനസ്സിലാവില്ല, കോൺട്രാസ്റ്റ്. സാഹിത്യത്തിൽ അതൊക്കെ വളരെ വൈചിത്ര്യമാണ്. ആളുകൾ, ചിലർക്ക് ട്രാജഡി അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, അവർക്ക് ദുഃഖം ഉണ്ടാവണത് കാണാനൊരു സുഖമാണ്, വിഷമം ഉണ്ടാവണത് കാണാനൊരു സുഖമാണ്. അപ്പോ അങ്ങനെ സകലതും ഭഗവാനാണെന്ന് യോമാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി. അങ്ങനെയുള്ളവന് ഞാൻ ഒരിക്കലും നഷ്ടാവണില്ല, നശിച്ചു പോകണില്ല, ഇല്ലാതാവണില്ല. എന്നുവെച്ചാൽ ഭഗവാൻ ഇപ്പൊ ഉണ്ട്, ഭഗവാൻ ഇപ്പൊ ഇല്ല എന്നില്ല അത്രേ. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആക്കാൻ പാടില്ല. സ്റ്റേറ്റ്, ഇറ്റ് ഷുഡ് ബിക്കം യുവർ സ്റ്റേറ്റ്. എല്ലാം ഭഗവാനല്ലേ, പിന്നെ ഞാൻ എന്ത് ചെയ്താൽ എന്താ ഒന്നും ചോദിക്കാൻ പാടില്ല. അടികൊള്ളും. അടികൊണ്ട അടിയും ഭഗവാനാണെന്ന് പറയാൻ സാധിക്കുമെങ്കിൽ ചെയ്യാം. എന്നുവെച്ചാൽ അതാണ് ആദ്യമേ ധ്യാനത്തിനെ പറഞ്ഞിട്ടാണ് ഈ സ്ഥിതിയെ പറയണത്. നല്ലവണ്ണം നോർത്തോളണം. ധർമ്മത്തിൽ പ്രതിഷ്ഠിച്ചിട്ട ശേഷം രാഗദ്വേഷമുണ്ടാകാത്ത പ്രശാന്തി സ്ഥിതിയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അദ്വൈതത്തിന് വ്യവഹാരത്തിൽ കൊണ്ടുവരാൻ പാടില്ല. അദ്വൈത ദർശനം വരുമ്പോ വ്യവഹാരം പോയി പോകും. വളരെ സിൽവർ ത്രെഡേ വ്യത്യാസമുള്ളൂ. എല്ലാം ഭഗവാനല്ലേ, പിന്നെ ഞാൻ എന്ത് തിന്നാൽ എന്താണ്, എവിടെ പോയി ജീവിച്ചാൽ എന്താണ്, എന്ത് സുഖം അനുഭവിച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ അതിനനുസരിച്ച് രോഗം വരുമ്പോഴും വിപരീതമായ അനുഭവങ്ങൾ വരുമ്പോഴും ഇതും ഭഗവാനാണെന്ന് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. തലകീഴായി മനസ്സിലാക്കാൻ പാടില്ല. എല്ലാം ഭഗവാനാണെന്ന് എപ്പോഴാ പറഞ്ഞ്? രജോ ഗുണമില്ലാത്ത സുഖത്തിനെ ഉള്ളിൽ അനുഭവിച്ച ശേഷം എഴുന്നേക്കുമ്പോ അയാൾക്ക് ആ ശാന്തി നഷ്ടപ്പെടുന്നു എന്ന് വരുന്ന ഘട്ടത്തിലാണ് താൻ ഏത് സോഴ്സിൽ നിന്ന് എഴുന്നേറ്റോ ആ സോഴ്സ് തന്നെയാണ് ഇവിടെ മുഴുവൻ പല രൂപത്തിൽ നിൽക്കണതെന്ന് കാണുന്നത്. വ്യവഹാര സഹായത്തിന് വേണ്ടിയല്ല, പാരമാർത്ഥിക സഹായത്തിന് വേണ്ടിയിട്ടാണ്. അതായത് വ്യവഹാരത്തിനെ പരമാർത്ഥത്തിൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്, പരമാർത്ഥത്തിനെ വ്യവഹാരത്തിൽ കൊണ്ട് കലക്കാൻ വേണ്ടിയിട്ടല്ല. നേരെ ചൊവ്വ മനസ്സിലാക്കുക. ധ്യാനത്തിന് സഹായത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾക്ക് വ്യവഹരിക്കുമ്പോഴും ധ്യാനം നഷ്ടപ്പെട്ടു പോവാതിരിക്കാനും ഉത്തമധർമ്മം സ്ഥാപിക്കാനും വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ ആരാണോ സകലതും ഭഗവാനാണെന്നുള്ള ആത്മൗപമ്യത്തോടുകൂടെ ഇരിക്കണത്, അവനിൽ നിന്ന് ഒരിക്കലും ഡിസോർഡർലി ആയിട്ടൊരു ആക്ടിവിറ്റി വരില്ല. എന്തുകൊണ്ട് വരില്ല നിങ്ങൾ ഉറപ്പിച്ചു പറയണു? അയാൾ ആക്ഷൻ ചെയ്യണില്ല, അകർമ്മസ്ഥിതിയിൽ ഇരിക്കുകയുള്ളൂ. പിന്നെ അയാൾ ആക്ഷൻ നടക്കണതോ പ്രകൃതി എന്തു ചെയ്യണമോ അതേ അയാളിലൂടെ നടക്കുകയുള്ളൂ. അയാളുടേതായ ഇൻട്രൂഷൻ, അഹങ്കാരത്തിന്റെ, രാഗദ്വേഷത്തിന്റെ ആക്ടിവിറ്റി ഒന്നും ഉണ്ടാവില്ല. അപ്പൊ പിന്നെ എങ്ങനെ അവിടെ ഒരു അപശ്രുതി വീഴും? അപശ്രുതിയെ വീഴാൻ പറ്റില്ല. അതാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തില് പറയണത്. നോക്കാം, അടുത്ത 2 ശ്ലോകം. സർവഭൂതസ്ഥിതം യോ മാം ഭജത്യേകത്വമാസ്ഥിതഃ സർവഥാ വർത്തമാനോപി സയോഗീ മയി വർത്തത്തെ. സർവഭൂതസ്ഥിതം യോ മാം ഭജതി ഏകത്വമാസ്ഥ. അവൻ നിരന്തര ഭക്തി ചെയ്യണവനാണ്. അരുണാചല പഞ്ചരത്നം ഭഗവാന്റെ ദിവസം ചൊല്ലണ്ടല്ലോ, അതിൽ അവസാന ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു എപ്പോഴും ഭജിക്കണമെന്നാണ്. ത്വയ്യർപ്പിത മനസാ ത്വാം പശ്യൻ സർവം തവാകൃതിതയാ സതതം ഭജതേ. അനന്യപ്രീത്യ
ആത്മാനുഭവത്തോടുകൂടെ സർവത്തിനെയും ഭഗവത് സ്വരൂപമായിട്ട് കാണുന്നവൻ അനന്യഭക്തി ചെയ്യുന്നു, നിരന്തരം ഭജിക്കണമെന്നാണ്. സർവഭൂതസ്ഥിതം യോമാം ഭജതി, സർവഭൂതങ്ങളിലും ഇരിക്കുന്ന എന്നെ ഭജിക്കുന്നു. അയാൾക്ക് ഓരോരുത്തരെ കാണുമ്പോഴും ഭജനമാണ്, ഭക്തിയാണ്. അയാൾക്ക് പ്രത്യേകിച്ചിരുന്ന് ജപിച്ചിട്ട് തന്നെ ഭജിക്കണമെന്നില്ല. ഓരോ വ്യക്തികളെ കാണുമ്പോഴും ഓരോ ആളെ കാണുമ്പോഴും അയാള് ഭഗവാനെയാണ് കാണുന്നത്. ഹി ബിക്കംസ് വൺ വിത്ത് ഹിം. ഭജതി ഏകത്വമാസ്ഥിത. അങ്ങനെ അയാൾ സർവഥാ വർത്തമാനോപി എന്ന് വെച്ചാൽ എപ്പോഴും അയാൾ എന്തെങ്കിലും ലോകത്തില് പ്രാരബ്ധമനുസരിച്ച് പണി ചെയ്തുകൊണ്ടേയിരുന്നാലും അയാൾ പ്രത്യേകിച്ച് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ മെഡിറ്റേഷൻ ചെയ്തില്ലല്ലോ, സന്ധ്യാവന്ദനം ചെയ്തില്ലല്ലോ, അനുഷ്ഠാനം ചെയ്തില്ലല്ലോ, ഒന്നും ചോദിക്കണ്ട. അതൊക്കെ ഇവിടേക്ക് വരാനാണ്. ഇവിടെ വന്ന ശേഷം ഇനിയിപ്പോ അയാൾ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. കാരണം പ്രത്യേകിച്ച് ചെയ്യണമെങ്കിൽ തന്നെ അജ്ഞാനം ഉണ്ടാവണം. അതുകൊണ്ടാണ് ആചാര്യസ്വാമികൾ പറയുന്നത് ജ്ഞാനനിഷ്ഠയിൽ സന്ധ്യാവന്ദനാദികൾ ഒന്നും സാധ്യമല്ല എന്നാണ്. അതൊക്കെ തന്നെ ഒരുമാതിരി ഒരു പൂർണ്ണമാവാത്ത ഒരു സ്ഥിതിയിലാണ് അതൊക്കെ ഉണ്ടാവുന്നത്, അതൊക്കെ നിൽക്കുന്നത്. ജ്ഞാനനിഷ്ഠയിൽ ഇയാൾക്ക് ഇതൊക്കെ വിട്ടുപോകും. കാരണം പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെ ഇയാൾക്ക് അഭിമാനാദികൾ ഉണ്ടാവണം. പ്രത്യേകമായ ഒരു കാര്യം എന്നില്ല. അയാൾക്ക് പ്രാരബ്ധമനുസരിച്ച് എന്ത് ചെയ്യണോ, പ്രാരബ്ധമനുസരിച്ച് അമ്പലത്തിൽ പൂജയാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കും. പ്രാരബ്ധമനുസരിച്ച് അയാൾക്ക് പാടത്ത് പണിയാണെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കും. പ്രാരബ്ധമനുസരിച്ച് അയാൾക്ക് ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രവൃത്തി ഉണ്ടെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അയാളുടേതായിട്ട് അതിലൊന്നും ഉണ്ടാവില്ല. നിയതി മാത്രമാണ്. ആ സ്ഥിതിയിൽ അയാള് ഉറങ്ങിയാലും ഉണർന്നാലും കണ്ടാലും വ്യവഹരിച്ചാലും സർവഥാ വർത്തമാനോപി. ഭഗവാൻ എന്ത് പറയണമെന്ന് വെച്ചാൽ സയോഗി മൈ വർത്തത്തെ എന്നാണ്. ആ യോഗി എന്നിലേയാണ് ഇരിക്കണത്. അയാൾ എപ്പോഴും പ്രവർത്തിച്ചോട്ടെ, പണിയെടുത്തോണ്ടേ ഇരിക്കട്ടെ. മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ അയാളൊന്നും ജപിക്കണമില്ലല്ലോ, ധ്യാനിക്കണമില്ലല്ലോ, പൂജയും ചെയ്യണമില്ലല്ലോ ഒക്കെ തോന്നും. പക്ഷെ ഭഗവാൻ പറയണത് അവൻ എന്ത് അല, ഞാൻ കടലിൽ നിന്ന് സെപ്പറേറ്റ് ആയി പോയല്ലോ എന്ന് കരയണ പോലെയാണത്. അല്ലെ എപ്പോഴെങ്കിലും കടലിൽ നിന്ന് സെപ്പറേറ്റ് ആവുമോ? അത് എപ്പോഴും കടലിലാണ്, കടലാണ്. അതുപോലെ വ്യവഹരിച്ചുകൊണ്ടേയിരുന്നാലും അയാൾ എന്നിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഒരിക്കലും എന്നിൽ നിന്ന് അയാൾ സെപ്പറേറ്റ് ആവണില്ല. ഒരിക്കലും അയാൾ ഈസ് നോട്ട് ഡീലിങ്ഡ് ഫ്രം ദ സോഴ്സ്. സോഴ്സ് നിന്ന് വിട്ടുപോണേയില്ല. എല്ലാരിലും അവൻ ഭഗവാനെ കാണുന്നു, അന്തര്യാമിയെ കാണുന്നു, തന്നെ തന്നെ കാണുന്നു, താൻ അകമേക്ക് കണ്ട വസ്തുസ്ഥിതിയെ കാണുന്നു. അടുത്ത ശ്ലോകം അതാണ്, നോക്കൂ. ആത്മൗപമ്യേന സർവത്ര സമം പശ്യതി യോർജുന സുഖം വാ യദി വാ ദുഃഖം സയോഗി പരമോ മതഃ. ആത്മൗപമ്യേന സർവത്ര സമം പശ്യതി യോർജുന. സർവത്ര സമം പശ്യതി, എല്ലാരിലും സമമായിട്ട് കാണുന്നു. എന്തിനെ? ആത്മാവിനെ കാണുന്നു. ആത്മൗപമ്യേന പശ്യതി. ആത്മൗപമ്യേന എന്ന് വെച്ചാൽ തന്നിൽ എന്തിനെ കണ്ടുവോ അതിനെ എല്ലാരിലും കാണുന്നു. സുഖം വാ യതി വാ ദുഃഖം. സുഖവും ദുഃഖവും ഒക്കെ ഈ ശ്ലോകത്തിനെ 2 തലത്തിൽ അർത്ഥം പറയാം. ഒരു തലത്തിൽ സാധാരണയായിട്ട് പറഞ്ഞാൽ തനിക്ക് സുഖം വരണ പോലെ മറ്റുള്ളവർക്ക് സുഖം കൊടുക്കണം. തനിക്ക് ദുഃഖം വന്നാൽ എങ്ങനെ വിഷമുണ്ടോ അതുപോലെ മറ്റുള്ളവർക്കും ദുഃഖം വന്നാൽ വിഷമുണ്ട്. അപ്പൊ തനിക്ക് എങ്ങനെ ആ സുഖത്തിന് വേണ്ടിയും ദുഃഖം വരാതിരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുമോ അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നൊരു സാധാരണ അർത്ഥം. മറ്റൊന്ന്, സുഖവും ദുഃഖവും ഒക്കെ തന്നിൽ വരുമ്പോ എങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ സിനിമയിൽ എന്തൊക്കെ തന്നെ വന്നാലും സ്ക്രീനിനെ ബാധിക്കണില്ല എന്നറിയണ പോലെ മറ്റുള്ളവരിലും സുഖദുഃഖങ്ങളൊക്കെ കാണുന്നവന് ആത്മദർശനം ഉണ്ടാവാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ജ്ഞാനിക്ക് മറ്റുള്ളവരിൽ സുഖവും ദുഃഖവും ഒക്കെ കാണുമ്പോഴും അയാൾക്കറിയാം ഈ സുഖദുഃഖം അവരൊക്കെ കാര്യമായിട്ട് കരയുകയൊക്കെ ചെയ്യും. പലരും അതാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ ദുഃഖമൊക്കെ കൊണ്ട് രമണ ഭഗവാന്റെ അടുത്ത് പോയിട്ട് വന്നവർ പലരും പറഞ്ഞു, ദുഃഖമൊക്കെ അവിടെ പറഞ്ഞു കുറെ നേരം കഴിയുമ്പോഴേക്കൊക്കെ പോയി. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല, ഒന്നുമില്ല. അദ്ദേഹം നോക്കിയത്രേ ഉള്ളൂ. എന്താന്ന് വെച്ചാൽ അദ്ദേഹം നോക്കണത് നീ നടിക്കുകയാണ് എന്നുള്ള മട്ടിലാണ് നോക്കണത്.
അപ്പോ ഇയാള് വളരെ സീരിയസ് ആയിട്ടാണോ പോയി പറയണത്? ഉറക്കത്തിൽ സ്വപ്നം കാണുന്ന ആള് എന്റെ സ്വർണം പോയി, എന്റെ രത്നം പോയി, കള്ളം കൊണ്ടുപോയി എന്നൊക്കെ നിലവിളിക്കണോ? എഴുന്നേറ്റിരിക്കുന്ന ആള് അയ്യോ പാവം എന്ന് പറഞ്ഞ് പരിതപിക്കോ? സഹതപിക്കോ? എന്തു ചെയ്യും? എഴുന്നേപ്പിച്ച് വിട്ടാൽ സ്വർണവും പോയില്ല, രത്നവും പോയില്ല, കള്ളനും വന്നില്ല, ഒന്നും കൊണ്ടുപോയിട്ടില്ല, ഒന്നും ആയിട്ടില്ല എന്നറിയാം അല്ലേ? അതേപോലെ നമ്മള് അജ്ഞാനം കൊണ്ട് എനിക്ക് ദുഃഖം, വിഷമം, പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞു പോണു. ജ്ഞാനിയുടെ ദർശനം എങ്ങനെയുണ്ട്? ആത്മൗപമ്യേന സമം പശ്യതി. നിന്നിൽ ഇതൊന്നും ഇല്ലാപ്പാ, നീ വെറുതെ ദുഃഖം ആരോപിക്കുകയാണ്, നിനക്ക് സുഖമോ ദുഃഖമോ ഒന്നുമില്ല എന്ന് നീ സ്വയമേവ അപൂർണ വസ്തുവാണ്, ഭഗവത് സ്വരൂപിയാണ്. ഈ സുഖവും ദുഃഖവും ഒക്കെ നിന്നിൽ സർഫസിലൊരു തോന്നൽ മാത്രമാണ്, അത് വാസ്തവല്ല. നീ ആരാണെന്ന് അറിയൂ, നിന്റെ സ്വരൂപം അതാണ് എന്ന് കാണുന്നു. പശ്യതി. അങ്ങനെ കാണുന്നത് കൊണ്ട് തന്നെ ആ കാഴ്ച വളരെ പ്രബലമാണ്, വളരെ ഫോഴ്സ്ഫുള്ളാണ്. ഉപദേശിച്ചാലോ ഇതൊന്നും ചെയ്താൽ ചിലപ്പോൾ ദുഃഖമൊന്നും മാറില്ല. നമ്മള് ഒരു ദുഃഖം കൊണ്ടുപോകുമ്പോ അതിനെന്തെങ്കിലുമൊക്കെ പരിഹാരമായിട്ട് ചെയ്തു കൊടുക്കണതുണ്ടല്ലോ. ഇറ്റ്സ് ആക്ച്വലി ഇപ്പൊ ഒരാൾ വിശന്നു കൊണ്ടുപോകുന്ന ഒരു ഭിക്ഷക്കാരൻ, നമ്മൾ ചോറ് കൊടുക്കണം, നമ്മളതൊരു വലിയ സർവീസാണെന്ന് പറയാം. പക്ഷേ ഉയർന്ന തലത്തിൽ നോക്കിയാൽ ഇറ്റ് ഈസ് നോട്ട് സർവീസ്, ഇറ്റ് ഈസ് ഓൺലി നെസസറി ഈവിൽ. ഇറ്റ്സ് ഓൺലി നെസസറി ഈവിൽ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്, പക്ഷെ ആ ദീനഭാവത്തോടെ നിൽക്കണവന് അത് നല്ലതല്ല. അയാൾ അയ്യോ ഇങ്ങനൊരു ഗതി എനിക്ക് വന്നുവല്ലോ എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കണത്. അപ്പോ ഒരു സൈഡിൽ മാത്രമേ നല്ലതാവണുള്ളൂ. സെർവ് ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം നല്ലതാവണുള്ളൂ. ഒരാൾക്ക് വിഷമുണ്ടായി, പ്രശ്നങ്ങളുണ്ടായി, എന്തൊക്കെയോ വലിയ ദുഃഖമുണ്ടായി, അവിടെ പോയി നമ്മൾ എന്തോ ചെയ്തു കൊടുക്കുമ്പോ ചെയ്തു കൊടുക്കണ വശത്തിൽ നിന്ന് നല്ലതാണ്. പക്ഷെ ആ സഫർ ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്തൊക്കെയോ ദ്രവ്യങ്ങളൊക്കെ ലാഭം ഉണ്ടാവുന്നുണ്ടെന്നല്ലാതെ അയാൾക്ക് അയാളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന സ്വത്വം കിട്ടിയില്ല. പക്ഷേ എപ്പോഴാണോ അയാൾ അറിയണത് ഇവിടെ ദ്രവ്യലാഭ നഷ്ടം കൊണ്ട് ഒന്നും വന്നില്ല. ഇപ്പൊ നമുക്ക് ആരൊക്കെയോ മരിച്ചു, എന്തോ ഒരു കാറ്റസ്ട്രോഫ് വന്നു, കുറെ ആളുകൾ മരിച്ചു, ഒരാൾ കരയുമ്പോ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പറയൂ? വീട് പോയാൽ വീട് കെട്ടിക്കൊടുക്കാം, പണം പോയാൽ പണം കൊടുക്കാം, വിശന്നാ ചോറ് കൊടുക്കാം, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കാം, രോഗം വന്നവനെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, ഇത്തിരി ചികിത്സിക്കാം. ഇഷ്ടപ്പെട്ടവര് മരിച്ചിട്ട് ഒരാൾ നിൽക്കണു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അയ്യോ സാരമില്ല, ആശ്വസിപ്പിക്കാം, ഒക്കെ ചെയ്യാം. പക്ഷെ എന്നാലും അയാൾക്ക് തത്വം അറിയണവരെ അയാൾ ആശ്വാസമാവില്ല. അപ്പൊ ഏറ്റവും വലിയ സർവീസ് എന്താ? വി ആർ നോട്ട് കോൺഷ്യസ് അബൌട്ട് ദ സ്പിരിച്വൽ സർവീസ്. ഇപ്പോഴും ആളുകൾക്ക് സ്പിരിച്വാലിറ്റി എന്നുള്ളത് ഒരു സർവീസാണെന്ന് തോന്നണില്ല. ഇപ്പോഴും ആളുകൾക്ക് ഒപ്പീനിയൻ, ആസ്പത്രിയോ സ്കൂളോ വേറെ അതൊക്കെ വേണ്ടതാണ്, സമൂഹത്തിന് വേണ്ടതാണ്, വേണ്ടാത്തതെന്നല്ല. പക്ഷെ അതൊക്കെയാണ് വലുത്. ഈ ജ്ഞാനം എന്നുള്ളത് ഒരു സർവീസാണെന്ന് ഇനിയും ആളുകൾക്ക് തോന്നാൻ തുടങ്ങിയിട്ടില്ല. അതുമാത്രമല്ല, ഇത് ചെയ്യണ ആളുകൾ ഇത് ചെയ്താൽ പോരാന്നും ഇതിൽ കൂടുതൽ ചെയ്യണമെന്നും വീണ്ടും വീണ്ടും ആളുകൾക്ക് തോന്നൽ വരുന്നുണ്ട്. എനിക്ക് എപ്പോഴും തോന്നണത്, എന്തുകൊണ്ട് ഒരു സിനിമ നടിക്കുന്ന ആളുടെ അടുത്ത് പോയിട്ട് നീ എന്താ ഒരു ആസ്പത്രി കെട്ടാത്തത്, നീ എന്താ ഒരു സ്കൂൾ തുടങ്ങാത്തത്, നീ ഒന്നും ആരും ചോദിക്കണില്ല. അയാൾ സിനിമ നടിച്ചാൽ തന്നെ അവർക്ക് വലിയ സർവീസായിട്ട് തോന്നുന്നു. ഒരു പാട്ട് പാടുന്ന ആളുടെ അടുത്ത് പോയിട്ട്, ഒരു ഫേമസ് സിംഗറുടെ അടുത്ത് പോയിട്ട് നീ ഇങ്ങനെ പാട്ടുപാടി പണം മാത്രം വാങ്ങിച്ചോണ്ടിരിക്കണോ, നീ എന്താ ആസ്പത്രി കേട്ടാത്തോ സ്കൂൾ കേട്ടാത്തോ, ആരും ചോദിക്കണില്ല. ഒരു അധ്യാത്മത്തിൽ വരുന്ന ആളുടെ അടുത്ത് മാത്രം, കാരണം ഇവരൊന്നും ചെയ്യണില്ല എന്നാണ് ആളുകളുടെ ഭാവമേ. അപ്പൊ ഇവരതും ചെയ്തിട്ട് ഇവര് വേറെ എന്തൊക്കെയോ ചെയ്താലേ അവര് സർവീസ് ചെയ്തു എന്ന് തോന്നുള്ളൂ. വാസ്തവത്തിൽ അധ്യാത്മത്തിലുള്ള മഹാത്മാക്കളൊക്കെ ആസ്പത്രിയും സ്കൂളും ഒക്കെ കെട്ടി ചെയ്യണത് അതിനേക്കാളും ഒക്കെ 1000 ഇരട്ടിയാണ് അവരുടെ അടുത്തുനിന്ന് ഡയറക്റ്റായിട്ട് കിട്ടുന്ന സർവീസ്. അത് അറിയണില്ല നമ്മള് എന്താ, നമ്മൾക്ക് ഇപ്പോഴും ഇതാണ് മുഖ്യം. ഇത് കിട്ടിയാൽ, അല്ലെങ്കിൽ ശരീരത്തിന് ലോകത്തിന് വേണ്ടതൊക്കെ കിട്ടിയാൽ അപ്പൊ സല്യൂട്ട് അടിക്കും നമ്മള്. പക്ഷേ വാസ്തവത്തിൽ ജ്ഞാനം കൊണ്ട് കിട്ടണത് നമ്മൾക്ക് നമ്മളുടെ നഷ്ടപ്പെട്ടു പോയ സാമ്രാജ്യമാണ്, യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യമാണ്, നമ്മളുടെ സത്തയാണ്. അതിലേക്കാണ് ഷിർഡി സായിബാബ പറയത്രേ. അദ്ദേഹം സിദ്ധികളൊക്കെ കാണിക്കുമല്ലോ. അദ്ദേഹം പറയണത്, ഞാൻ അവർക്ക് ചിലതൊക്കെ കൊടുക്കാൻ കാരണം എപ്പോഴെങ്കിലുമൊക്കെ അവര് എന്റെ അടുത്ത് വാസ്തവത്തിൽ എന്തുണ്ടോ അത് ചോദിക്കുമോ എന്ന് വിചാരിച്ചിട്ടാണ് കൊടുക്കണത്. പക്ഷെ ആരും ചോദിക്കണില്ല എന്നാണ്, ഞാൻ കൊടുക്കണമൊക്കെ വാങ്ങിച്ചോണ്ട് പോണു അവര്.
എപ്പോഴെങ്കിലുമൊക്കെ. അതങ്ങനെയാണ് ലോകത്തിന് നമ്മൾ എന്തെങ്കിലും കൊടുക്കണതേ വാങ്ങിച്ചോണ്ട് പോവുള്ളൂ. പിന്നെയും അവര് അതിന് നിൽക്കും എന്നല്ലാതെ. പിന്നെ രണ്ട് കാര്യമുണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഭൗതികമായിട്ട് കൊടുത്താൽ ഭൗതികമായിട്ട് ആവശ്യമുള്ളവരൊന്ന് വാങ്ങിച്ചിട്ട് പോകും. പിന്നെ ഭൗതികമായിട്ട് കൊടുക്കണ സ്ഥലത്ത് അധ്യാത്മം വേണ്ടവര് വരൂല്ല. ഈ ഭൗതികമായിട്ട് വാങ്ങിച്ചോണ്ട് പോണവര് അധ്യാത്മം ചോദിക്കില്ല. അവർ പിന്നെയും ഭൗതികത്തിന് വന്ന് നിൽക്കും. അധ്യാത്മമായിട്ടുള്ളവര് അവിടെ ഭൗതികമാണ് എന്ന് പറഞ്ഞ് മുദ്രയടിച്ചിട്ട് അങ്ങോട്ട് പോവില്ല. ഇതാണ് രണ്ടും ദൂഷ്യമാണ്. അതുകൊണ്ടാണ് പഴയകാലത്ത് ഇഷ്ടാപൂർത്ത കർമ്മങ്ങളെ ഗൃഹസ്ഥന് വെച്ചത്. ഇഷ്ടാപൂർത്ത കർമ്മം എന്ന് വെച്ചാൽ സോഷ്യൽ സർവീസ്. ദാറ്റ് ഷുഡ് ബി ഡൺ ഇൻ എ സൊസൈറ്റി. എന്താണെന്ന് വെച്ചാൽ സൊസൈറ്റിയിൽ ഇരിക്കുമ്പോ നിങ്ങൾ എന്തൊക്കെ അനുഭവിക്കണോ അതൊക്കെ നിങ്ങൾ തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ സമൂഹത്തിൽ ആശുപത്രികൾ വേണം, സമൂഹത്തിൽ സ്കൂൾ വേണം, സമൂഹത്തിൽ ഈ കാര്യങ്ങളൊക്കെ വേണം. എന്താന്ന് വെച്ചാൽ നമ്മളൊക്കെ വന്നതും പരസ്പരം ഉപയോഗിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് ഇതൊക്കെ കൊടുക്കുകയും വാങ്ങുകയും വേണം. പക്ഷെ അത് ആര് ചെയ്യണം, ആരതൊക്കെ ബാധ്യസ്ഥനാണോ ആ ഗൃഹസ്ഥൻ ചെയ്യണം. ഇത് വലുതുമല്ല ചെറുതുമല്ല. ഇതൊക്കെ ചെയ്യണതുണ്ടല്ലോ അത് ശ്രേഷ്ഠവുമല്ല ദൂഷ്യവുമല്ല. അതൊക്കെ ആവശ്യമാണ്. ഇഷ്ടാപൂർത്തം മന്യമാന വരിഷ്ഠം നാന്യശ്രേയോ വേദയന്തേ പ്രമൂഢഃ തേനാകസ്യ പൃഷ്ഠേ സുഹൃതേനു ഭൂത്വ ഇമം ലോകം ഹീനതരം വാ വിശന്തി എന്നാണ് ശ്രുതി. അർത്ഥം ഞാൻ പറയണില്ല. എപ്പോഴാണോ ഒരാള് തത്വം അറിയണത് അപ്പൊ അയാൾക്ക് പരമക്ഷേമം ഉണ്ടാവും. അയാൾ എത്ര ദാരിദ്ര്യത്തിലിരിക്കട്ടെ, എത്ര കഷ്ടത്തിലിരിക്കട്ടെ, അയാള് വേണ്ടത് അറിയാൻ തയ്യാറാണെങ്കിൽ, കൂട്ടാക്കണവനാണെങ്കിൽ, അയാളുടെ ദാരിദ്ര്യത്തിന് നടുവിൽ തന്നെ അയാൾക്ക് പൂർണ്ണത വരും. ദാരിദ്ര്യം തീർക്കാൻ അയാൾക്ക് പണം കൊടുത്തത് കൊണ്ട് അയാൾ പൂർണ്ണനാവില്ല. വിശപ്പ് തീർക്കാൻ ഭക്ഷണം കൊടുക്കാം, പൂർണ്ണാവില്ല അയാള്. അയാളുടെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെടില്ല. പ്രോബ്ലംസ് വിൽ റിമെയിൻ. നമ്മളിത് ഒരു റിസർച്ച് വേണമെങ്കിൽ ചെയ്തു നോക്കിയാൽ നമുക്ക് ഇത്തിരി മനസ്സിലാവും. അപ്പോ എപ്പോഴാണോ യോഗി ഒരാളെ ആത്മാവായിട്ട് കാണണത് അപ്പൊ അയാളുടെ ഉള്ളിൽ പ്രശ്നം പരിഹൃതമായി. വേണമെങ്കിൽ റിസപ്റ്റീവ് എൻഡിലുള്ള ആൾക്കും അത് റിസീവ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അയാളുടെ പ്രശ്നവും പരിഹരിക്കപ്പെടും. സുഖം വാ യതി വാ ദുഃഖം. സുഖമാണെങ്കിലും പരിഹൃതമാവും, ദുഃഖമാണെങ്കിലും പരിഹൃതമാവും. അങ്ങനെ കാണുന്ന യോഗിയുണ്ടല്ലോ സ പരമോമത, അയാൾ ഏറ്റവും വലിയവനാണെന്ന്. അത് സ്വീകരിക്കുന്ന ആളും അതുകൊണ്ട് ബെനിഫിറ്റഡ് ആവും. എന്താ, നമ്മള് ആത്യന്തികമായ ദുഃഖപരിഹാരമാണ് ചെയ്യണത്, തൽക്കാലത്തേക്കല്ല. പിന്നെ തൽക്കാല പരിഹാരം, ആത്യന്തികമായ ദുഃഖം പരിഹരിച്ചാൽ നമ്മൾ ലോഡ്ജ് റൂം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിലേക്ക് പോവാം അല്ലേ? ആദ്യം വന്ന ഉടനെ എന്ത് ചെയ്തു, ലോഡ്ജിൽ റൂം എടുത്ത് ബാഗൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഹോട്ടലിലേക്ക് റൂം എടുക്കാൻ പോവാം. അതുപോലെ ആത്യന്തികമായ ദുഃഖപരിഹാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വന്നിട്ട് നമുക്കറിയാം ഇനി എനിക്ക് മരണമോ ജനനമോ ഇല്ല, ഞാൻ പൂർണ്ണമാണെന്ന് അറിഞ്ഞ ശേഷം ഇനിയിപ്പോ ലൗകികമായ വ്യാവഹാരികമായ പ്രശ്നങ്ങളെ പരിഹരിക്കാം, കുഴപ്പമൊന്നുമില്ല. നമ്മളുടെ റിയൽ സോഴ്സിലുള്ള വസ്തുസ്ഥിതിയെ കാണലാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞ് ആത്മൗപമ്യേന സർവത്ര സമം പശ്യതി അർജുന സുഖം വാ യതി വാ ദുഃഖം. അല്ലാതെ ലോകത്തിൽ സുഖമുണ്ട് ദുഃഖമുണ്ട് എന്ന് കരുതാൻ പാടില്ല എന്നാണ്. ആര്? വേദാന്ത വിചാരം ചെയ്യുന്നവൻ, അധ്യാത്മ സാധന ചെയ്യുന്നവൻ ഇവിടെ ദുഃഖമുണ്ടെന്ന് കരുതിയാൽ എന്താന്ന് വെച്ചാൽ നമ്മൾ സത്യസ്വരൂപികളാണ്. നമ്മൾ എന്തെങ്കിലും ഉണ്ടെന്ന് കരുതി അത് പോവില്ല. സത്യസ്യ സത്യം എന്നാണ് ശ്രുതി പറയണത്. പ്രപഞ്ചത്തിന് സത്യത്വം കൊടുക്കുന്ന സത്യം ഇവിടെ ഉണ്ട്. ഇപ്പൊ നിങ്ങളിൽ ദുഃഖമുണ്ട് എന്ന് ഞാൻ ആരോപിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങള് എന്റെ അടുത്ത് വരുമ്പോ പാവം സീരിയസ് പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ടാണ് പറയണത്, ഒരു വൈദ്യൻ രോഗിയെ കാണുമ്പോ രോഗിയായിട്ടേ കണ്ടിട്ടില്ലെങ്കിൽ അയാളുടെ രോഗം പകുതി പോവും. അതൊരു വഴിയാ. ഒരു വൈദ്യന് രോഗിയെ പൂർണ്ണ ആരോഗ്യമായിട്ട് കാണാനുള്ള ഒരു ശക്തി ഉണ്ടെങ്കിൽ അയാളുടെ ആരോഗ്യം വരും. അധികം രോഗികൾക്കും വേണ്ടത് എന്താന്ന് വെച്ചാൽ ഒന്നുമില്ല നിനക്ക് പോയിട്ട് വാ എന്ന് പറയുന്ന ഒരു ഡോക്ടർ വേണമെന്നാണ് ഇപ്പൊ ആളുകൾ നടക്കുന്നത്. കുറെ ആളുകൾക്ക് ഒന്നുമില്ല എന്ന് പറയണ ആ ഡോക്ടറെ അടുത്ത് പോയാൽ ഒന്നുമില്ല എന്ന് പറയും. അതാണിപ്പോ വേദാന്തം പോലെ തന്നെ തത്വമസി എന്ന് പറയണം. അതുപോലെ ആ ഡോക്ടറെ അടുത്ത് പോയാൽ നിനക്ക് ഒന്നുമില്ല എന്ന് പറയണം. ഇപ്പൊ ജനറൽ ട്രെൻഡ് അതാണ്.
അവിടെ പോയാലേ വെറുതെയെങ്കിലും ഊശി വെക്കും, വെറുതെയെങ്കിലും മരുന്ന് എഴുതും, ഇതൊക്കെ ആളുകൾ പറയാറുണ്ട്. അപ്പോ അവർക്ക് ഭയമുണ്ട്, എന്തെങ്കിലും ഉണ്ടാവുമോന്ന് ഭയമുണ്ട്. പക്ഷെ കഴിയണതും ഒന്നുമില്ല എന്ന് പറയുന്ന ഒരു ഡോക്ടർ ആയിരിക്കണം എന്നാണ് അവർക്ക്. ആത്മാവ് അപ്പൊ വേദാന്ത വിഷയത്തിലും ഇതാണ്, നമ്മൾക്ക് നമ്മളുടെ സ്വത്വത്തിനെ തിരിച്ചു തരണം. സുഖം വാ യതി വാ ദുഃഖം സയോഗി പരമോമത. സുഖവും ദുഃഖവും ഒന്നും ഇല്ലെന്ന് കാണുന്ന യോഗി ഉണ്ടല്ലോ, ആ യോഗിയാണ് പരമഹ. സ്വാത്മനിച്ച് അന്യേഷു സർവത്ര വർത്തമാനം പുത്രജന്മാതിരൂപം സുഖം തന്മരണാതിരൂപം ച ദുഃഖം അസംബന്ധ സാമ്യാത് സമം യഹ പശ്യതി പരപുത്രജന്മ മരണാദി സമം സ്വപുത്രജന്മ മരണാദികം ച യഹ പശ്യതി സ യോഗി പരമോമതഃ എന്നാണ് രാമാനുജാചാര്യർ ഭാഷ്യം. അതായത് തന്റെ ബന്ധുക്കൾ, തന്റെ കുട്ടികൾ, തന്റെ വസ്തുക്കളൊക്കെ നശിക്കണത്, മറ്റുള്ളവരുടെ വസ്തുക്കൾ ബന്ധുക്കളൊക്കെ നശിക്കണത് കണ്ടാൽ നമുക്കൊന്നും പ്രശ്നം ഉണ്ടാവണില്ലല്ലോ. പത്രത്തിലൊക്കെ വായിച്ചുകൊണ്ടിരിക്കണു അല്ലെ, ചായയൊക്കെ കുടിച്ചുകൊണ്ട്. അതേപോലെ തന്നെ തനിക്ക് ഏർപ്പെട്ടാലും തന്റെ ബന്ധുക്കൾ, തന്റെ വസ്തുക്കളൊക്കെ നഷ്ടപ്പെട്ടു പോയാലും ആര് ബാധിക്കപ്പെടാതിരിക്കൂ, അവനാണ് യോഗി എന്നാണ്. ഇത് രാമാനുജന്റെ ഭാഷ്യ. എന്തൊക്കെ തന്നെ സുഖദുഃഖങ്ങൾ ലോകത്തില് മറ്റുള്ളവർക്ക് വരുമ്പോ നമ്മൾ എങ്ങനെ ബാധിക്കപ്പെടുന്നില്ലയോ, അതേപോലെ തനിക്ക് വന്നാലും ബാധിക്കപ്പെടാതിരിക്കുന്നവൻ, തന്നിലും അതൊക്കെ വന്നാലും ബാധിക്കപ്പെടാതിരിക്കുന്നവനാണ് യോഗി. ഇതിപ്പോ 2 ഡയമെൻഷനിൽ പറഞ്ഞു. ഒന്ന്, മറ്റുള്ളവന് വരുന്നത് എങ്ങനെ ബാധിക്കണമോ അതുപോലെ തന്നോട് ഇത് ആത്മനിഷ്ഠമായ സാധനയാണ്. ഇനി തന്നിൽ ബാധിക്കപ്പെടാതെ മറ്റുള്ളവനെ കാണുന്നവൻ, അതാണ് ഇപ്പൊ ഇത്ര നേരം പറഞ്ഞത്. തന്നെ എങ്ങനെ ബാധിക്കണില്ലയോ അതുപോലെ മറ്റുള്ളവരിൽ ബാധിക്കണതും അജ്ഞാനം കൊണ്ടാണ്. വാസ്തവത്തിൽ ഒന്നും സംഭവിക്കണില്ലെന്ന് അറിയണ ദൃഷ്ടി അമൃതദൃഷ്ടിയാണ്. അതിനാണ് നമ്മള് അമൃതദൃഷ്ടി എന്ന് പറയുന്നത്. ആ ദൃഷ്ടി ആളുകളെ പ്ലാവനം ചെയ്യും, അഭിഷേകം ചെയ്യുമെന്നാണ് ആ ദൃഷ്ടി. ആത്മാനുഭൂതി കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ദൃഷ്ടിയാണ്. അതാണ് ആ ദൃഷ്ടിയുള്ളവൻ പരമോമത, അവൻ വലിയ യോഗിയാണ്, പരമയോഗിയാണ് എന്ന് പറഞ്ഞു. അത്രയും പറഞ്ഞപ്പോ അർജുനൻ ചോദിക്കാണ്, ഭഗവാനെ ഈ യോഗം യോയം യോഗസ്ത്വയാ പ്രോക്തഃ സാമ്യേന മധുസൂദന ഏതസ്യാഹം ന പശ്യാമി ചഞ്ചലത്വാത് സ്ഥിതിം സ്ഥിരാം. നമ്മൾക്ക് പലർക്കും ഉണ്ടാവും. ഇത്രയും പറഞ്ഞപ്പോ വളരെ ഉയർന്നതായിട്ടിരിക്കുന്നു, കേൾക്കുമ്പോഴൊക്കെ നല്ല സുഖമുണ്ട്. പക്ഷെ മനസ്സ് ചഞ്ചലമായതുകൊണ്ട് അത് എന്താണെന്ന് കാണാൻ വയ്യ. ആ സമത്വം എന്നൊക്കെ പറയണമൊക്കെ മനസ്സിലാവണുണ്ട്, അതിന്റെ ലോജിക്കൊക്കെ കുറച്ച് മനസ്സിലാവണുണ്ട്, കേൾക്കുമ്പോ സുഖമായിട്ടുണ്ട്. എങ്കിലും അർജുനൻ നമ്മൾക്ക് വേണ്ടി വക്കാലത്ത് വാങ്ങിയ ആളാണ്. അപ്പൊ അർജുനൻ നമുക്ക് വേണ്ടി ചോദ്യം ചോദിക്കുക. അദ്ദേഹം പറഞ്ഞു, ഭഗവാനെ അങ്ങ് പറയണ ആ യോഗം എനിക്ക് കാണാൻ വയ്യല്ലോ എന്നാണ്. പലർക്കും സന്തോഷമായി ഇങ്ങനെ പറഞ്ഞപ്പോ. എന്താന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി ആളാണ് അർജുനനെ. ശ്ലോകം നോക്കുക. അർജുനൗ വാച ആത്മൗ യോയം യോഗസ്ത്വയാ പ്രോക്തഃ സാമ്യേന മധുസൂദന ഏതസ്യാഹം ന പശ്യാമി ചഞ്ചലത്വാത് സ്ഥിതിം സ്ഥിരാം ചഞ്ചലം ഹി മനഃ കൃഷ്ണ പ്രമാധി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. ശ്ലോകം പറയുമ്പോ പല ആളുകളും, അതായത് ഒരു കീർത്തനം വായിക്കുമ്പോ അവരുടേതായ ഒരു രാഗം അല്ലെങ്കിൽ താളം അത് വന്നു കഴിഞ്ഞാൽ അപ്പ തലയാടും, കൈ ഇങ്ങനെ വീഴും എന്നാണ്. എന്താന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു ഇപ്പൊ ഇത് വരും എന്നാണ്. അപ്പോഴാണ് സമാധാനമായത്. ഒരു രാഗം ആലാപിക്കുമ്പോ ആ രാഗത്തിന്റെ സ്പെഷ്യാലിറ്റി ഉണ്ടല്ലോ, ആ ഒരു സ്പെഷ്യാലിറ്റി ആ സ്ഥലത്താണോ ഇന്ന രാഗമാണെന്നറിയാം. അപ്പോഴാണ് ഈ കച്ചേരി കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു ഉത്സാഹം വരിക. അതുപോലെ അർജുനൻ പറഞ്ഞത് കേൾക്കുമ്പോ ആളുകൾക്ക് ഇപ്പോഴാണ് നമ്മൾക്കൊരു ഹോംലി ഫീലിംഗ് ഉണ്ടായത്. എന്താ അർജുനൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ചഞ്ചലം ഹി മനഃ കൃഷ്ണ. കൃഷ്ണ, ഈ മനസ്സ് വളരെ ചഞ്ചലമായിട്ടിരിക്കുന്നു. പ്രമാധി, അതിട്ട് ഇളക്കി കൺഫ്യൂസ് ചെയ്യണു, എന്നെ ചലിപ്പിക്കണം. പ്രമഥനം കരോതി. ബലവത് ദൃഢം, അത് എത്ര പറഞ്ഞാലും കേൾക്കണില്ല. ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോ ഒക്കെ മിണ്ടാണ്ടിരിക്കണ്ടേ, സത്സംഗത്തിലിരിക്കുമ്പോ മിണ്ടാണ്ടിരിക്കണ്ടേ. ഇവിടുന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ മൂപ്പര് പഴയപടി തന്നെ. എത്ര കാലമായി
പ്രമാധി ബലവദൃഢം. അയാൾ പറഞ്ഞാൽ കേൾക്കണില്ല. ഇവിടെയൊക്കെ ശരി, കാര്യമൊക്കെ ശരി, അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നുണ്ട്. ഇവിടുന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ മൂപ്പര് വീണ്ടും പഴയ കാര്യത്തേക്ക് തന്നെ പോകും. തസ്യാഹം ന പ്രപശ്യാമി. നിഗ്രഹം, അതിനെ പിടിച്ചടക്കുക എന്ന് പറയണത് വായുവിനെ പിടിച്ചടക്കണ പോലെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. വായോരിവ സുദുഷ്കരം. ആ വായുവിനെ എങ്ങനെ പിടിച്ചടക്കുന്നത് ബുദ്ധിമുട്ടാണോ അതുപോലെ ഈ മനസ്സിനെ അടക്കുന്നതും ദുഷ്കരമായിട്ട് എനിക്ക് തോന്നുന്നു. മാത്രമല്ല സുദുഷ്കരം. എന്തൊക്കെ പറഞ്ഞാലും അത് പറഞ്ഞാൽ കേൾക്കണില്ലല്ലോ. ലോകത്തിൽ മുഴുവൻ പ്രോബ്ലം അതാണല്ലോ. എല്ലായിടത്തും പോയി നോക്കിയാൽ ഹിന്ദുവാണ്, മുസൽമാനാണെന്നൊന്നും പ്രശ്നമില്ല. ക്രിസ്ത്യാനിയാണ്, അമേരിക്കനാണ്, ആഫ്രിക്കനാണ്, എല്ലാവർക്കും ഒരേപോലെയുള്ള ഒരു പ്രശ്നമാണ് ഈ മനസ്സ് എന്ന് പറയുന്നത്. തമിഴിലൊരു പ്രസംഗം ചെയ്യുന്ന ആളുടെ കൃപാനന്ദ വാര്യർ, അദ്ദേഹം കാമദേവനെ കുറിച്ച് പറയുമ്പോൾ പറയും, ഹിന്ദുവിനൊരു കാമൻ, മുസൽമാനൊരു കാമൻ, ക്രിസ്തുവിനൊരു കാമൻ എന്നില്ല. അതുകൊണ്ടാണ് അത്ര അയാൾക്ക് കാമൺ എന്ന് പേര്. കാമൺ, നമ്മൾ കോമൺ എന്ന് പറയും, തമിഴിൽ കാമൺ കാമൺ എന്നേ പറയുള്ളവര്. അപ്പൊ അയാൾ വളരെ കോമൺ ആണെന്നാണ് എല്ലാവർക്കും. അത് ഏത് ലോകത്തിൽ എവിടെ പോയാലും മനസ്സിന്റെ വികാരങ്ങളും മനസ്സിന്റെ ദൂഷ്യങ്ങളും മനസ്സിന്റെ കുഴപ്പങ്ങളും ഒക്കെ അമേരിക്കയിൽ പോയാലും ഇന്ത്യയിൽ പോയാലും ഇനിയിപ്പോ വൈകുണ്ഠത്തിലും കൈലാസത്തിലും പോയാലും ഒക്കെ ഇത് തന്നെ കഥ എന്ന് കാണിക്കാനാണ് വൈകുണ്ഠത്തിലെ ജയവിജയന്മാരുടെ കഥയൊക്കെ പറഞ്ഞത്. എന്നുവെച്ചാൽ അവിടെ പോയി നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട. ഇതേപോലെ അവിടെയും കമ്മിറ്റി, പ്രസിഡന്റ്, സെക്രട്ടറി, ഇലക്ഷൻ, തല്ല്, അടി ഒക്കെ ഉണ്ടാവും. ഒക്കെ എല്ലായിടത്തും. അതും ആവുമ്പോഴാണ് ഇവർക്ക് നമുക്ക് സമാധാനം തോന്നണതേ. ഇവിടുത്തെ മലയാളികൾ, ഇവിടുത്തെ തമിഴന്മാരൊക്കെ പോയി അമേരിക്കയിൽ പോയി കുറച്ചു ദിവസം അടങ്ങി ഒതുങ്ങിയിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ 4 പേര് കൂടി 10 പേര് കൂടി കഴിഞ്ഞ് ചെറുതായിട്ടൊന്നും കമ്മിറ്റി നടത്തി ഒരു അമ്പലം ഉണ്ടാക്കി. അവിടെ ഒരു കമ്മിറ്റി, അവിടെ ഇതേ തല്ലിക്കഴിഞ്ഞപ്പോ സമാധാനമായി. കേരളത്തിലിരിക്കണ പോലെ തന്നെ ഉണ്ട് നമുക്കത്. ഇതാണ് നടക്കുന്നത് അവിടെ. എന്നിട്ട് നമ്മളെയൊക്കെ വിളിക്കുക, നിങ്ങൾ ഭാഗവതം പറയാൻ വരൂകി. ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ വന്നാൽ തന്നെ കാണാൻ പോണം, പിന്നെ ഞാൻ ഇവിടെ തന്നെ കണ്ടോളാം എന്നാണ്. എന്ത് കാണാനാ? ഇവിടത്തെ പോലെ തന്നെ ഉണ്ട് അവിടെ. നിങ്ങൾ അവിടെ വന്ന് പറയണം എന്ന് പറയണ്ട എന്റെ അടുത്ത്. അപ്പൊ ഇവിടത്തെ പോലെ തന്നെ മട്ടാഞ്ചേരി നടക്കണ പോലെ പാലക്കാട്. ഞാൻ പറഞ്ഞു, ഇതിനിപ്പോ അവിടെ വരണോ? ഇവിടുന്ന് വല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ പറയൂ, വരാം. നിങ്ങൾ ഇവിടത്തെ പോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്തിനാ ഇപ്പൊ അങ്ങോട്ട് വരണ്ട? അവിടെ പോയാലും ഇത് തന്നെ ഇല്ലേ? നമുക്കൊരു പുതുമയുണ്ടോന്ന് തോന്നും. നോക്കിയാൽ ലോകം സർവത്ര ഒരേപോലെ തന്നെ. എല്ലാവരുടെയും പ്രശ്നം ഒരേപോലെ തന്നെ. അതുകൊണ്ട് തന്നെ എന്താ, നമ്മളുടെ ഒരു പ്രശ്നം പരിഹരിച്ചാൽ എല്ലാവരുടെ പ്രശ്നത്തിന്റെ പരിഹാരത്തിന്റെയും സീക്രട്ട് ഇതാണെന്ന് മനസ്സിലാവും. ലോകത്തിന്റെ പ്രശ്നം പരിഹരിക്കാനൊന്നുമില്ല. ഇവിടെ പ്രശ്നം മനസ്സ് എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിനെ പരിഹരിച്ചാൽ മതി. അർജുനൻ പറഞ്ഞു ഭഗവാന്റെ അടുത്ത്, ഭഗവാനെ ചഞ്ചലം ഹി മനഃകൃഷ്ണ പ്രമാധി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. അങ്ങ് ഈ യോഗം, സാധന, അധ്യാത്മവിദ്യയൊക്കെ പറയണു. പക്ഷെ മനസ്സൊരു ഒരു ഒരു തിരശീല ഉള്ളിൽ ഇടുന്നത് കൊണ്ട് ന പശ്യാമി, ഐ എം നോട്ട് ഏബിൾ ടു സീ ഇറ്റ്. അറിയണമെന്ന് വിചാരിക്കണം. ചില ആളുകളൊക്കെ ഇരിക്കുമ്പോ തന്നെ കാണാം, അവര് പാവം വളരെ സിൻസിയറായിട്ട് വന്ന് എന്തോ പരിഹാരത്തിന് വേണ്ടിയാണ്. അത് നല്ല സത്സംഗമാണെങ്കിൽ നല്ല രസമായിരിക്കും. വീഡിയോ ഇപ്പൊ എന്നെ ഇവിടെ ആരോ ഇങ്ങോട്ട് നോക്കി ഒന്ന് വെച്ചിരുന്നു ഇവിടെ. അത് അങ്ങോട്ട് വെച്ചാൽ നല്ല രസമായിരിക്കും. നല്ല ശ്രദ്ധിച്ചാൽ കാണാൻ ആൾ ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഇരിക്കും. എല്ലാം കഴിഞ്ഞ അവസാനം എന്താ, പാവം വളരെ സിൻസിയറായിട്ട് ഇതിലെന്താ ഏത് വഴിക്കാ ഉള്ളിൽ പോകേണ്ടതെന്നാണ് നോക്കിയത്. അതിങ്ങനെ മനസ്സിലാക്കണോ, അങ്ങനെ മനസ്സിലാക്കണോ, ഇങ്ങനെ ആയ ശരിക്കും പ്രശ്നപരിഹാരത്തിനാണ് നിൽക്കുന്നത്. അതിന്റെ പരിഹാരത്തിന് നടുവിൽ ഉറങ്ങിപ്പോയി. എന്താ? ഏതസ്യാഹം ന പശ്യാമി. അർജുനൻ പറയണു, ഇതിന്റെ റൂട്ട് എനിക്കൊന്നും പിടികിട്ടണില്ല. എന്താന്ന് വെച്ചാൽ ഇങ്ങനെ നടക്കും അങ്ങനെ നടക്കും പറഞ്ഞ അതാണ്. നമുക്ക് ഇപ്പൊ ഡോക്ടർമാർ പോയിട്ട് അവിടെ പോയിട്ട് നമുക്കൊരു ഗുളിക തന്നാൽ രക്ഷപ്പെട്ടു അല്ലെ? ആയുർവേദത്തിലാവുമ്പോ അവര് പറയണു, ഉപ്പ് കൂട്ടാൻ പാടില്ല, പുളി കൂട്ടാൻ പാടില്ല, മധുരം കൂട്ടാൻ പാടില്ല, എരിവ് കൂട്ടാൻ പാടില്ല, വെള്ളം കുടിക്കാൻ പാടില്ല, രാത്രി ഉറങ്ങാൻ പാടില്ല, പകൽ ഉറങ്ങാൻ പാടില്ല, ഒക്കെ പറഞ്ഞു കഴിയുമ്പോ നമ്മൾ ഇനിയിപ്പോ എന്താ ചെയ്യാൻ തോന്നും. അലോപ്പതി അതാണ് എല്ലാവർക്കും ഇഷ്ടം. എന്താ, അവിടെ പോയാൽ അയാൾ ഒന്നും പറയണില്ല, ഒരു ഗുളിക തരണു. ഇങ്ങനെ വല്ല വഴിയുണ്ടോ എന്നാണ് നമ്മൾ നോക്കണത്. അധ്യാത്മത്തിൽ എളുപ്പത്തിൽ കാര്യം നടക്കും, വേറെ ഒന്നും പറയാൻ പാടില്ല എന്നാണ്. ഒരു ഗുളിക തരും.
ആ ഗുളിക മെഡിക്കൽ ഷോപ്പുകാരൻ തരുന്നതാണ്. കാരണം ഡോക്ടർ തലയിലെഴുത്ത് പോലെ എന്തോ എഴുതി തന്നു, അയാളുടെ അടുത്തോണ്ട് അയാൾ എന്ത് വായിച്ചു എന്ന് അറിയില്ല. അയാളുടെ വകയായിട്ട് ഒരു ഗുളിക തന്നു, നമ്മളുടെ വകയായിട്ട് അത് കഴിച്ച് സമാധാനത്തോടെ പോയി. എന്താന്ന് വെച്ചാൽ ഇതൊക്കെ ഇപ്പൊ ഈ എന്റെ അടുത്ത് ഒരാള് ചോദിച്ചു, ഈ സൂക്കേടൊക്കെ വന്നപ്പോ ഞങ്ങളുടെ വീട്ടില് പ്രശ്നം വയ്ക്കലും മന്ത്രവാദവും ഒക്കെ നടത്തി, ഇതൊക്കെ വേണോ സ്വാമി ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇപ്പൊ ഈ ഡോക്ടറെ അടുത്ത് പോണത് ഏകദേശം ഇതുപോലെ തന്നെ. അതും ഒരു വിശ്വാസമാണ്. ഇതൊക്കെ ചെയ്തു സമാധാനമായി എന്നാണ്. ഇപ്പൊ ചിലർക്കൊക്കെ മന്ത്രവാദം ചെയ്താൽ പരിഹാരമായ പോലെ തോന്നുന്നു, ചിലതൊക്കെ തീർന്നു പോണു. അതേപോലത്തെ ഇതും ചിലതൊക്കെ തീർന്നു പോണു, ചിലതൊന്നും തീർന്നു പോകണില്ല. ഒരു വിശ്വാസമാണ്. കുളിയൊക്കെ കഴിഞ്ഞ് സമാധാനമായി, ഒക്കെ പ്രശ്നമൊക്കെ ആയി. എന്തോന്ന് നമുക്ക് എളുപ്പത്തിൽ കിട്ടണം. അപ്പൊ എളുപ്പത്തിൽ എന്താ കാര്യം? മെനക്കെടാതെ നമ്മളെ ഒന്നും ബുദ്ധിമുട്ടിക്കാതെ ഒരു കാര്യം നടക്കുമെന്നാണ്. അതാണ് അർജുനനും ചോദിക്കണത്. ഭഗവാനെ, ഇതൊക്കെ വളരെ വിഷമം പിടിച്ചത്, ചഞ്ചലം ആയ മനസ്സിനെയൊക്കെ ജയിക്കുക എന്ന് പറയണത് കാണാൻ വയ്യ, എനിക്ക് വളരെ വിഷമം തോന്നുന്നു. മനസ്സിനെ എങ്ങനെ നിയന്ത്രണം ചെയ്യാൻ പറ്റും? അപ്പോ അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞാൽ ആർക്കും ഇഷ്ടാവില്ല. എല്ലാരും രോഗികൾ പോകുമ്പോ, ഡോക്ടറുടെ അടുത്ത് പോകുമ്പോ രോഗം ഉണ്ടെന്ന് ആദ്യം അവർക്ക് അയ്യോ എന്ന് പറഞ്ഞാൽ ഒരു സമാധാനമായി. ചില ഡോക്ടർമാര് കേൾക്കുകയില്ല. പല രോഗികൾക്കും ചില ഡോക്ടർമാരെ ഇഷ്ടമല്ല. എന്താന്ന് വെച്ചാൽ അവര് നമ്മൾ പറഞ്ഞാൽ ഒന്നും കേൾക്കണില്ല, അവര് നമ്മൾ പറഞ്ഞാൽ ഒന്നും സീരിയസ് ആണെന്ന്. ഇതിപ്പോ ഡോക്ടർ ഇപ്പൊ ഇവര് പറഞ്ഞുകൊണ്ട് പോകുമ്പോ വളരെ സീരിയസ് ആയിട്ട് നോക്കണം. ഞങ്ങളുടെ അവിടെ ചില ഡോക്ടർമാരുണ്ടായിരുന്നു, പോകുമ്പോ തന്നെ രോഗികൾക്ക് പേടിയാ. എന്താന്ന് വെച്ചാൽ ഇതിനേക്കാളും രോഗമേ വേണ്ടില്ല എന്ന് തോന്നും. എന്താന്ന് വെച്ചാൽ അവരൊന്നും സമ്മതിക്കില്ല, ഇവരൊന്നും പറയാൻ പാടില്ല. അവർ പറയും ഞാൻ പറയാം എന്ന് പറയും. അത് പാലക്കാട് വേറെ ചുമക്കല് കുരയ്ക്കുക എന്നൊക്കെ പറയും. അപ്പൊ ഡോക്ടർ ഞാൻ വല്ലാത്ത കുരയ്ക്കാൻ നീ എന്താ നായോ എന്നൊക്കെ ചോദിക്കും. ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു അങ്ങനെ. അപ്പൊ ഇവര് പറയാ അയാളുടെ അടുത്ത് പോയില്ല. അപ്പ അയാൾ പോയി കഴിഞ്ഞാൽ ഒന്നും പറയാൻ സമ്മതിക്കണില്ല, ദേഷ്യപ്പെടുന്നു. ഇതിപ്പോ അങ്ങനെയല്ല. അപ്പൊ ഇയാള് സൂക്കേടോടെ പോയപ്പോ വളരെ സീരിയസ് ആയിട്ട് എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോകുമ്പോ ഡോക്ടർ അതെയോ അങ്ങനെയാണോ ഓ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഡോക്ടർ നമ്മൾ പറയണതിനെ സീരിയസ് ആയിട്ട് എടുത്തു. അതിനുശേഷം ഇനിയൊന്നും സാരമില്ല കേട്ടോ, ഞാൻ മരുന്ന് തരാമെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾക്ക് സമാധാനമായി. ആദ്യം ഇയാൾ പറയണതിനെ അങ്ങോട്ട് റിസീവ് ചെയ്തിട്ട് ഒരു സീൽ വെക്കണം. ഇയാൾക്കൊരു വില കൊടുത്താലേ ആ ഡോക്ടർക്ക് ഇയാൾ ഒരു വില കൊടുക്കുള്ളൂ. പിന്നെ ഡോക്ടർ മരുന്ന് കുറിച്ചു കൊടുത്താൽ ഇയാൾ ശരിയെന്ന് പറഞ്ഞു പോകും. ഇപ്പൊ ഭഗവാൻ ചെയ്യണതും അതാണ്. അർജുനൻ ഇപ്പൊ മനസ്സ് ചഞ്ചലമാണ്, ചപലമാണെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഭഗവാൻ അങ്ങനെയൊന്നും അല്ല എന്ന് പറയണില്ല. അസംശയം മഹാബാഹോ, നീ പറയണത് പെർഫെക്റ്റ്ലി റൈറ്റ്, ചഞ്ചലം തന്നെയാണ്. മഹാത്മാക്കൾക്കൊക്കെ ഇങ്ങനെ സൂത്രമുണ്ട്. രാമകൃഷ്ണ പരമഹംസർ അങ്ങനെ ഒരു ശിഷ്യന്റെ അടുത്ത് പറഞ്ഞു അത്രേ. അയാൾക്ക് എത്ര പറഞ്ഞാലും അയാൾ അയ്യോ മനസ്സ് അടങ്ങണില്ല, ഭഗവാൻ എന്തൊക്കെ പറഞ്ഞാലും ഒന്നും അടങ്ങണില്ല, അതിലിപ്പോഴും ചീത്ത വിചാരങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കണു എന്നൊക്കെ ഒരുപാട് പറഞ്ഞപ്പോ ഒരു ദിവസം ശ്രീരാമകൃഷ്ണദേവൻ അയാളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് നീ പറയണത് ശരിയാട്ടോ, എനിക്കും ചിലപ്പോ അങ്ങനെയൊക്കെ വരണ്ടെന്ന് പറഞ്ഞു അത്ര. അപ്പൊ ആ ശിഷ്യൻ പറയണു അങ്ങനെ ഠാക്കൂർ പറഞ്ഞപ്പോ എനിക്കൊരു സന്തോഷം വന്നു ഉള്ളില്. ഞാൻ മാത്രല്ല, എന്താന്ന് വെച്ചാ അതാവുമ്പോ നമ്മൾ കോമൺ ആയിട്ട് ഒന്നാണെന്ന് പറഞ്ഞു ഒരു സന്തോഷമായി, പ്രശ്നം പോയി. ഇതാണ് ഭഗവാൻ സമ്മതിച്ചു കൊടുക്കുകയാണ്. നീ പറയണത് ശരി, അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ചര, മനസ്സ് ബുദ്ധിമുട്ട് തന്നെയാണ്, ചഞ്ചലം തന്നെയാണ്. അഭ്യാസേനത്ത് കൗന്തേ, എന്നിട്ട് പറയാണ് എന്നാലും അഭ്യാസേനത്ത് കൗന്തേയ വൈരാഗ്യേണ ച ഗൃഹ്യത്തെ, വൈരാഗ്യവും അഭ്യാസം ഉണ്ടെങ്കിൽ സാധിക്കും കേട്ടോ. ഞാനും ഇതൊക്കെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്, ഞാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ അപ്പൊ ശരി, അപ്പൊ സമ്മതിച്ചു. നമ്മളും ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ നമ്മള് കുടുംബത്തിലിരുന്നു വിഷമിച്ചു, പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചു എന്നൊക്കെ പറഞ്ഞാൽ, പിന്നെ അടുത്തൊരു സ്വാമി പറഞ്ഞേ അങ്ങ് ഗീതയും ഇതൊക്കെ പറയുമ്പോ ആളുകൾക്ക് ഇപ്പൊ വിലയൊക്കെ ഉണ്ടാവും. എന്താന്ന് വെച്ചാൽ അങ്ങും ഈ പ്രശ്നങ്ങളൊക്കെ കുടുംബവും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അനുഭവിക്കണം. ഞങ്ങൾ പറഞ്ഞ ആളുകൾ പറയണത് നിങ്ങൾ ഇതൊന്നൊക്കെ പുറത്തുപോയി സന്യാസിയായിട്ട് നിൽക്കണു, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതൊന്നും ഇല്ല എന്ന് പറയണത്, നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ല എന്നാണ്. അപ്പൊ ചിലപ്പോ ഇത് കുറച്ച് അനുകൂലമായിട്ടായിരിക്കും നമ്മൾക്ക് ഒന്ന്. ഇയാളും പ്രശ്നമൊക്കെ അനുഭവിക്കുന്ന ആളാണല്ലോ, വിഷമങ്ങളും ഒക്കെ ഉള്ള ആളാണല്ലോ എന്ന് തോന്നിയാൽ ശരി, അപ്പൊ സമ്മതിക്കാന്നാണ്. അപ്പോ നമ്മളും ഈ സാധനയിൽ ഈ ദുഃഖമൊക്കെ അനുഭവിച്ചിട്ടുണ്ട്, നമ്മളും ഈ മനസ്സിന്റെ ചാഞ്ചല്യമൊക്കെ അനുഭവിച്ചിട്ടുണ്ട്, നമുക്കും മനസ്സിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് സമ്മതിച്ചിട്ട് പരിഹാരം ഉണ്ടോന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ വിശ്വസിക്കാം. നിങ്ങളല്ലാതെ ഇതൊന്നും അഭിമുഖീകരിച്ചിട്ട് തന്നെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഇത് മനസ്സിലാവും? ബ്രഹ്മാവ് അങ്ങനെ ചെയ്തു അത്രേ. വസിഷ്ഠനെ ആചാര്യനായിട്ട് അയക്കുമ്പോ ബ്രഹ്മാവ് എന്ത് ചെയ്തു? വസിഷ്ഠനെ മാനസപുത്രനായി സൃഷ്ടിച്ചിട്ട് ശപിച്ചു അത്രേ.
എന്താന്ന് വെച്ചാൽ കുറച്ചു നേരത്തേക്ക് നീ ലോകത്തിൽ എന്തൊക്കെ ദുഃഖങ്ങളും വിഷമങ്ങളും പ്രശ്നങ്ങളും ഉണ്ടോ അതിലൊക്കെ പെട്ട് നീ വലയ. കുറച്ചു നേരത്തിനുള്ളിൽ വസിഷ്ഠൻ സകല ദുഃഖങ്ങളിലൂടെയും കടന്നുപോയിട്ട് വന്നു. എന്നിട്ട് ബ്രഹ്മാവ് പറഞ്ഞു, ഇപ്പൊ നീ എന്റെ അടുത്ത് ബ്രഹ്മവിദ്യയെ ചോദിക്കൂ. അപ്പൊ വസിഷ്ഠൻ ചോദിക്കുകയാണ്. ബ്രഹ്മാവ് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇപ്പൊ നിനക്ക് ലോകത്തിലുള്ളവരുടെ ദുഃഖമൊക്കെ മനസ്സിലാവും, നീ പോയിക്കോളാം. മഹാപുരുഷന്മാരുടെ പൂർണ്ണത എന്താന്ന് വെച്ചാൽ അവർ ഈ ജന്മത്തിലോ കഴിഞ്ഞ ജന്മത്തിലോ എല്ലാമായി ഇരുന്നിട്ടുണ്ടാവും. അതിന്റെയൊക്കെ ഫുട് പ്രിന്റ്സ് അവരുടെ ഉള്ളിലുണ്ടാവും. അവര് കള്ളനുമാണ്, നല്ല ആളുമാണ്, ചപലനുമാണ്, നിയന്ത്രണമുള്ളവനുമാണ്, സജ്ജനവുമാണ്, ദുർജനവുമാണ്, രോഗിയുമാണ്, ആരോഗ്യവാനുമാണ്. എല്ലാം കടന്നു വന്നിട്ടുള്ളവന് എല്ലാത്തിനോടും കമ്പാഷൻ ഉണ്ടാവും. അതാണ് കൃഷ്ണൻ, അതാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. ഭഗവാന്റെ പൂർണ്ണത എന്താന്ന് വെച്ചാൽ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. കൃഷ്ണനിൽ എന്താണ് ഇല്ലാത്തത്? കൃഷ്ണനിൽ എല്ലാം ഉണ്ട്. കൃഷ്ണനെ മാത്രം ആർക്കും കുറ്റം പറയാൻ പറ്റില്ല. ഇന്നത്തെ കാലത്ത് ഏത് മഹാത്മാക്കളുടെ പേരിൽ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കി ഒരു പുസ്തകം എഴുതിയാൽ ആ പുസ്തകം പെട്ടെന്ന് ചെലവാകും. നല്ലത് പറഞ്ഞാൽ ചെലവാവില്ല. ക്രിസ്തുവിന്റെ പേരിൽ കോൺട്രവേഴ്സി ബുക്കുണ്ട്, നബിയുടെ പേരിലുണ്ട്, എല്ലാം ഉണ്ട് അതിനൊക്കെ. പക്ഷെ കൃഷ്ണന്റെ മേലെ മാത്രം പറ്റില്ല. എന്താന്ന് വെച്ചാൽ എന്ത് കോൺട്രവേഴ്സി ഉണ്ടാക്കും? അതിന്റെയൊക്കെ 4 ഇരട്ടി മൂപ്പര് ചെയ്ത് കാണിച്ചു കഴിഞ്ഞു. എന്ത് കോൺട്രവേഴ്സി ഉണ്ടാക്കാം? നിങ്ങൾക്ക് ഒരു കോൺട്രവേഴ്സി മൂപ്പരുടെ പേരിൽ ഉണ്ടാക്കാൻ പറ്റില്ല. വിത്ത് ഓൾ ദാറ്റ് ഈസ് പെർഫെക്റ്റ്. ഒരു കോൺട്രവേഴ്സി, ഒരു കുഴപ്പവും കൃഷ്ണൻ അത് ചെയ്തുട്ടോ അങ്ങോട്ട് നോക്കി വല്ലതും പറയാൻ പറ്റുമോ? ക്രിസ്തുവിനെയൊക്കെ പറയുന്നുണ്ട് അല്ലെ? ക്രിസ്തുവിനെ കുറിച്ചൊക്കെ പുസ്തകങ്ങള്, കോൺട്രവേഴ്സ്യൽ ബുക്സ് വളരെ ഫേമസ് ആണ്. ക്രിസ്തു വിവാഹിതനായിരുന്നു, കല്യാണം കഴിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഒരു വശത്ത് ദേഷ്യം. ക്രിസ്തുവിനെ ഇങ്ങനെയൊക്കെ പറയും. കൃഷ്ണനെ പറയാൻ പറ്റുമോ? 1 അല്ല 16,008 സാധിക്കെങ്കിൽ നോക്കുന്നു. നിങ്ങൾ 16,008 കല്യാണം കഴിച്ചിട്ട് എന്തിനാ കൃഷ്ണനെ ഭഗവാൻ എന്ന് പറയണത് വെച്ചാൽ അതുകൊണ്ടാ പറയണത്. 1 കഴിച്ചിട്ട് നിങ്ങൾ പഠന പാടുണ്ടല്ലേ? ഭഗവാൻ അല്ലെങ്കിൽ സാധിക്കുമോ ഈ 16,008 വെച്ചോണ്ട്? ഒന്നും കുറ്റം പറയാൻ പറ്റില്ല. വളരെ ശാന്തനാണ്, അഹിംസ, ഒന്നും യുദ്ധം ചെയ്തിട്ടുണ്ട്. കൃഷ്ണൻ ആരെടുത്തുന്നോ പേടിച്ചോടി എന്ന് കുറ്റം പറയാൻ പറ്റില്ല. പേടിച്ചോടിയിട്ടുണ്ട്. ആരുടെങ്കിലും മുതൽ മോഷ്ടിച്ചു എന്ന് പറയുമ്പോൾ മോഷണം കുട്ടിക്കാലം മുതൽ തുടങ്ങിയ പരിപാടിയാണ്. എന്ത് കുറ്റം പറയാൻ പറ്റുമോ? ഒന്നും കുറ്റം പറയാൻ പറ്റില്ല. യാതൊരു കുറ്റവും പറയാൻ പറ്റില്ല. ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ പറ്റില്ല. കൃഷ്ണനിൽ ഒരു ദൂഷ്യവും ആരോപിക്കാൻ പറ്റില്ല. ഗുണദോഷ ദൃശ്യദോഷ ഗുണസ്തു ഉഭയവർജിത എന്നുള്ളതിന് വ്യാഖ്യാനമാണ് കൃഷ്ണൻ. ഗുണദോഷങ്ങൾക്ക് അപ്പുറമാണ് താൻ എല്ലാമാണ്. ഭാരതത്തിൽ അതാണ്. ഞാൻ ആയുധമേ എടുക്കില്ല എന്ന് വന്നിട്ട് ആയുധം എടുത്ത് കാണിച്ചു കൊടുത്തു. അപ്പൊ കൃഷ്ണൻ രാമനെ പോലെ സത്യനിഷ്ഠനാണ്, ലംഘിക്കില്ല എന്ന് പറയാൻ പറ്റില്ല, ലംഘിച്ച് കാണിച്ചു കൊടുത്തു. എല്ലാം വേണമെങ്കിൽ നീ എന്തു കുറ്റം വേണമെങ്കിൽ പറഞ്ഞോ എന്നാണ്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. എന്താന്ന് വെച്ചാൽ പ്രകൃതിയിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ കൃഷ്ണനിലും ഉണ്ട്. അതുകൊണ്ട് കൃഷ്ണൻ എല്ലാമാണ്, ഒന്നുമല്ല. ഭഗവാൻ തന്നെ പറയുന്നു, ഞാൻ എല്ലാവരുമാണ്, ഞാൻ ഒന്നുമല്ല. എല്ലാം എന്നിലുണ്ട്, അയാൾ എന്നിലൊന്നുമില്ല. അതാണ് ഈശ്വരൻ. ഇറ്റ്സ് ഓൾ ഇൻക്ലൂസീവ്. രമണ മഹർഷിയുടെ പെർഫെക്ഷനെ കുറിച്ച് പറയുമ്പോൾ ഒരു ഭഗവാന്റെ ഭക്തൻ പറഞ്ഞു, ഹിസ് പെർഫെക്ഷൻ ഇൻക്ലൂഡ്സ് ഓൾ ഇംപെർഫെക്ഷൻസ്. ആളുകളുടെ ദൗർബല്യം ഒന്നും കുറ്റം പറയുകയില്ല. എന്തൊക്കെ കണ്ടാലും അതൊക്കെ മനസ്സിലാക്കിക്കോളും, അതിനൊക്കെ ന്യായീകരിച്ചോളും. സാധകൻ, സിദ്ധൻ ഒരു ഭേദവും അവിടെ കാണില്ല. ലൗകികം, ആധ്യാത്മികം, അങ്ങനെ ഒരു 2 ബൈഫർക്കേഷൻ ഒന്നും കാണില്ല. ഒക്കെ പൂർണ്ണമാണ്, ഒന്നാണ്. അപ്പൊ എല്ലാരെയും മനസ്സിലാക്കാം. ഈ സ്ഥിതിയിലാണ് ഇവിടെ ഭഗവാൻ അർജുനൻ പറഞ്ഞപ്പോ പറയണ അസംശയം. നീ പറഞ്ഞത് ശരിയാ, ഞാൻ സമ്മതിക്കണമെന്ന് പറഞ്ഞപ്പോ അർജുനൻ സമാധാനമായി. സീറ്റിൽ ഒന്നുകൂടെ നല്ലവണ്ണം ഇരുന്നു രഥത്തില്. അല്ലെങ്കിൽ ആ മൂപ്പര് എഴുന്നേറ്റ് നിൽക്കുകയായിരുന്നു ഈ ചോദ്യം ചോദിക്കാനേ. ഇപ്പൊ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇനി അടുത്ത് തുടർന്ന്
അഭ്യാസയോഗത്തിനെ ഭഗവാൻ പറയാണ്. നാളെ വൈകിട്ട് നമ്മൾ കാണാം. നാളെ വൈകുന്നേരം നമുക്ക് ഈ വർഷത്തെ ഈ ഗീതാജ്ഞാനയജ്ഞം പൂർത്തിയാക്കാണ്. അപ്പോ നാളെ വൈകിട്ട് ഈ അഭ്യാസയോഗത്തിനെ നമ്മൾ കാണാം. സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി. യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം